ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയാണ്. അതിനാണ് അള്ളാഹു നമ്മെ പഠിച്ചിരിക്കുന്നത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും, നമ്മളിൽ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്തിനാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി എന്നതാണ്. നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുകയും ചെയ്ത റബ്ബ് സുബ്ഹാനഹു വ തആല അവനോടുള്ള ബാധ്യത നിറവേറ്റുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനാണ് അള്ളാഹു നമ്മെ പഠിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിശ്ചയിച്ചിട്ടുള്ള ഈ ബാധ്യത നിറവേറ്റണമെങ്കിൽ അവൻ എന്താണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പഠിക്കൽ നിർബന്ധമാണ്. എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിനുള്ള ബാധ്യതകൾ നിറവേറ്റാൻ സാധിക്കുക? അവൻ ആ ബാധ്യതകൾ എന്താണ് എന്ന് അറിയില്ലെങ്കിൽ, എങ്ങനെ ആ ബാധ്യത നിറവേറ്റണമെന്ന് അവൻ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യം അവന് പാലിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ കാര്യമാണ് ദീൻ പഠിക്കുക എന്നത്. ഒന്നാമത്തെ കാര്യമാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യരെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ. എത്ര ഇടങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുന്നത്. ഖുർആനിലെ പല ആയത്തുകളും അവസാനിക്കുന്നത് ഫഅലമു അന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറാണ് എന്ന് നിങ്ങൾ പഠിക്കുക. ഫഅലമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട, അങ്ങേയറ്റം ഗൗരവതരമായ കാര്യമാണ്. നമ്മൾ ഒരാളും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത കാര്യമാണത്. ഒരാൾ ദുനിയാവിൽ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ അവൻ പഠിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ വിജയിയാണ്. അവൻ അള്ളാഹുവിന്റെ കണ്ണിൽ വിജയിയാണ്. ദീൻ പഠിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒത്തുകൂടുക എന്നത് മഹത്തരമായ ഇബാദത്താണ്. അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന ഓർമ്മയും അതിനോട് ബന്ധപ്പെട്ട ശ്രദ്ധയുള്ള നീയത്തും നമുക്ക് ഇത്തരം സദസ്സുകളിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരിക്കണമെന്ന് ആദ്യം തന്നെ ഉണർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകൾ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും നീയത്ത് എന്തായിരിക്കണം? അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നതായിരിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതായിരിക്കണം. ഈ ഇരുത്തം കൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കണം എന്ന ഉദ്ദേശമായിരിക്കണം. നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയണം എന്ന ആഗ്രഹമായിരിക്കണം. സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇതുകൊണ്ട് എനിക്ക് സാധിക്കണം എന്ന പ്രതീക്ഷയായിരിക്കണം ഇവിടെ ഇരിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഷഹാദത്ത് കലിമയുടെ ഒന്നാമത്തെ ഭാഗമാണ് നമുക്ക് ഈ സമയത്ത് വിവരിക്കാനുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 2 പേജുള്ള ഒരു ചെറിയ കുറിപ്പ് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഇന്നിവിടെ പറയുന്ന കാര്യത്തിന്റെ ഒരു ചെറിയ വിവരണമാണത്. അതിലെന്താണ് പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഫഹാദാ മുഖ്തസറുൻ ഫീ തഫ്സീരി ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ വിശദീകരണം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ മുഖ്തസറാണ്. മുഖ്തസർ എന്ന് പറയുന്നത് ചുരുക്കമാണ്, ചെറിയൊരു ലേഖനമാണ്. ഒന്നാമത് പഠിക്കേണ്ട കാര്യം
മൂന്നാമത്തെ വരി അതിനപ്പുറത്തുള്ള വരി. വഫദാഇലു ഷഹാദത്തി തൗഹീദ് കസീറ. തൗഹീദിന്റെ ഷഹാദത്ത് കലിമ അതിന്റെ ശ്രേഷ്ഠതകൾ ധാരാളമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അതിന്റെ ശ്രേഷ്ഠതകൾ അനേകമുണ്ട്, ധാരാളമുണ്ട്. വിശുദ്ധ ഖുർആനും ഹദീസിലും ധാരാളം വന്നിട്ടുണ്ട്. അതുമാത്രം ഒരാൾ പറഞ്ഞു തുടങ്ങിയാൽ അതിനു മാത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ഞാനും എനിക്ക് മുൻപുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ വാക്ക് ആരംഭിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ക്ഷണിക്കാനാണ്. നബിമാരെ അല്ലാഹു നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തുള്ള ജിഹാദ്, യുദ്ധം അള്ളാഹു നിയമമാക്കിയത് എന്തിനു വേണ്ടിയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദക്ക് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ കാന ആഖിർ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായി തീർന്നാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിഞ്ഞുകൊണ്ട് മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മനുഷ്യർക്ക് അവതരിപ്പിച്ചു നൽകിയ മതത്തിലേക്ക്, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതല്ലാതെ വേറൊരു വഴിയില്ല. ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കണോ, ഒരാൾ മുസ്ലിം ആകണോ, ഒരേ ഒരു മാർഗം മാത്രമാണ് മുൻപിലുള്ളത്, ഒരേ ഒരു വഴി. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിക്കലല്ലാതെ അയാൾക്ക് വേറെ വഴിയില്ല. അയാൾ 5 നേരം നിസ്കരിക്കുന്നു, റമദാനിൽ നോമ്പെടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, മറ്റ് അനേകം ആരാധനകൾ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ചെയ്തു, പക്ഷെ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ അയാൾ മുസ്ലിം അല്ല. നോക്കൂ, മുസ്ലിം ആകണമെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു തആല ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ ഈ വാക്ക് പറഞ്ഞിരിക്കണം എന്നതാണ്. ഇത് പറയാത്തിടത്തോളം അവന്റെ പ്രവർത്തനം സ്വീകാര്യമല്ല. വാക്കിന്റെ ഗൗരവം എത്ര വലുതാണ്! ആ വാക്കിന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അരികിലുള്ള സ്ഥാനം എത്ര വലുതാണ്! ഇവിടെ നമ്മുടെ ഈ കുറിപ്പിൽ 2 തെളിവുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്നതിനായി കൊടുത്തിട്ടുണ്ട്. അൽ അവ്വൽ, ഒന്നാമത്തേത് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്കാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ, നാം നിയോഗിച്ചിട്ടില്ല, നാം പറഞ്ഞയച്ചിട്ടില്ല. അല്ലാഹു പറയാണ്, നാം പറഞ്ഞയച്ചിട്ടില്ല. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങേക്ക് മുൻപ് ഒരു നബിയെയും നാം പറഞ്ഞയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, നാം അവർക്കെല്ലാം വഹി നൽകിയിട്ടല്ലാതെ ഏതൊരു നബി വന്നിട്ടുണ്ടോ ആ നബിക്കെല്ലാം നാം വഹി നൽകിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഇലാഹായി മറ്റൊരാളില്ല, ആരാധനക്ക് ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല. അതുകൊണ്ട് ഫഅബ്ദൂൻ, എന്നെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, എനിക്ക് മാത്രം നിങ്ങൾ. ഇത് പറയാതെ ഒരു നബിയും വന്നിട്ടില്ല. നോക്കൂ, ജനങ്ങളിൽ അനേകം പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന സമൂഹങ്ങളിലേക്ക് നബിമാർ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നെത്തുന്ന കാലഘട്ടത്തിൽ അറബികൾ, അവരുടെ പക്കലുള്ള തിന്മകൾ എത്രയുണ്ട്. വിചാരമുണ്ട്, സാമൂഹികമായ തിന്മ, രാഷ്ട്രീയമായ തിന്മകൾ, കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക രംഗം, ഇങ്ങനെ അനേകം രംഗങ്ങളിൽ തകർന്ന് വിജ്ഞാനത്തിന്റെ യാതൊരു വെളിച്ചവും കടക്കാത്ത ആ സമൂഹത്തെ ചരിത്രത്തിൽ വിളിക്കുന്ന പേര് തന്നെ ജാഹലിയ എന്നാണ്. ജാഹലിയ എന്ന് പറഞ്ഞ് അത്രയും വിവരമില്ല, അങ്ങേറ്റത്തെ അറിവില്ലായ്മയുടെ ഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ആദ്യത്തെ കൽപ്പന എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഉഖാലയിലും ദുൽമജാസിലും ചന്തകളിൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ കയറി നിന്ന് അറബികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, നിങ്ങൾക്ക് വിജയിക്കാം. ഒന്നാമത്തെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലാണ് അത് തുടങ്ങുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലാണ് അത് അവസാനിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല അത് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ
ഏതെല്ലാം നബിമാർ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം സമൂഹത്തിനുള്ള ആദ്യത്തെ പരിഹാരം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, തന്റെ നാട്ടിൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒന്നാമത്തെയും അവസാനത്തെയും വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അവന്റെ ഒന്നാമത്തെ ക്ഷണം അതിലേക്കാണ്. അവൻ അതിൽ തന്നെ നിറഞ്ഞു ജീവിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിങ്ങൾക്കറിയില്ല എത്രമാത്രം അതിലേക്ക് ക്ഷണിച്ചു. അതിന്റെ പേരിൽ മദീനയിലേക്ക് പലായനം ചെയ്തു. യുദ്ധങ്ങളുണ്ടായി, ബദറിൽ പോരാട്ടങ്ങളുണ്ടായി. ബദറിൽ പോരാടിയ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന കലിമത്തു ഷഹാദക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെയും കുറച്ച് സഹാബികളും ഇരിക്കുന്ന സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അലാ തുബായിഊന റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതർക്ക് അള്ളാഹുവിന്റെ റസൂലിന് ബൈഅത്ത് നൽകുന്നില്ലേ, കരാർ നൽകുന്നില്ലേ? അവർ പറഞ്ഞു, ഖദ് ബായഅനാക, നബിയെ ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങൾ മുൻപേ ചെയ്ത ആൾക്കാരാണല്ലോ, ബദർ യുദ്ധം ചെയ്ത ആളുകളാണ്. എന്തായിരിക്കും അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുണ്ടാവുക? അവരോട് പറയാൻ എന്താ ഉള്ളത്? അവിടുന്ന് 3 തവണ ആവർത്തിച്ചു. 3ാമത്തെ തവണ സഹാബിമാർ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളോട് ബൈഅത്ത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബായിഉകും ഔ ഉബായിഉക അൻ തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, നിങ്ങളോടുള്ള എന്റെ ഒന്നാമത്തെ ബൈഅത്ത്, ഒന്നാമത്തെ കരാർ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവന് പങ്കു ചേർക്കാൻ പാടില്ല എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ കാര്യം. ബദറിൽ പോരാടിയ മനുഷ്യന്മാരോട് അത് പറയുന്നത്. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾക്ക് മടുക്കാതിരിക്കട്ടെ, അത് പഠിക്കുന്നത് നിങ്ങൾക്ക് വിരസതയുണ്ടാക്കാതിരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനു വേണ്ടി സമയം മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാകട്ടെ. അത് ഏറ്റവും ഗൗരവപ്പെട്ട കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇത് പറഞ്ഞത്. രണ്ടാമത്തെ തെളിവ് നോക്കൂ നിങ്ങൾ. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അസ്അദുൻ നാസി ബിശഫാഅതി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. അസ്അദുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യമുള്ളയാൾ, ഏറ്റവും സൗഭാഗ്യവാൻ. എന്തുകൊണ്ട്? ബിശഫാഅതി, എന്റെ ശുപാർശ കൊണ്ട്. മനുഷ്യന്മാർ അന്ത്യനാളിൽ വന്നെത്തുമ്പോൾ അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതിനു വേണ്ടി ആരൊക്കെയാണ് നരകത്തിൽ, ആരൊക്കെയാണ് സ്വർഗത്തിൽ തീരുമാനിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ നടത്തും. ഷഫാഅത്തുൽ ഉദ്മ, ഏറ്റവും വലിയ ഷഫാഅത്താണ്, എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഷഫാഅത്താണത്. അതിനുശേഷം തിന്മകൾ ചെയ്തവർ അവർക്ക് പുറത്തു നൽകുന്നതിനു വേണ്ടി, നരകത്തിൽ പ്രവേശിച്ചവർ അവരെ അന്ന് പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി, നന്മകൾ ചെയ്തവർ അവർക്ക് വിചാരണ പോലും ഒഴിവാക്കുന്നതിനു വേണ്ടി, ഇതിനൊക്കെ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയുണ്ട്. അസ്അദുൻ നാസി ബിശഫാഅതി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശുപാർശ കൊണ്ട് ഏറ്റവും ഉപകാരം ലഭിക്കാൻ പോകുന്ന ആർക്കാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, തന്റെ ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി അള്ളാഹു എനിക്കിതുകൊണ്ട് പ്രതിഫലം നൽകണമെന്ന ഉദ്ദേശം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടണമെന്ന ഒരൊറ്റ ഉദ്ദേശത്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞവനാരാണോ അവനാണ് അതുണ്ടായിരിക്കുക. എത്ര ഗൗരവമുള്ള വാക്ക്! ആളുകൾ പലരും മറ്റനേകം ദിക്റുകൾ അധികരിപ്പിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അദ്കാറു സ്വബാഹി വൽ മസാ, രാവിലെ വൈകുന്നേരമുള്ള ദിക്റുകൾ. പക്ഷേ പലരും ചിലപ്പോഴെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്ന ദിക്റുകളിൽ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഇഖ്ലാസിന്റെ എല്ലാ അടയാളങ്ങളും ഒത്തിണങ്ങിയ ദിക്റാണ്. ഏത് ദിക്ർ ചൊല്ലിയാലും ചിലപ്പോൾ ചൊല്ലുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ദിക്ർ ചൊല്ലുന്നു എന്ന് ചിലപ്പോൾ മനസ്സിലാകും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലുന്ന ചുണ്ടനക്കേണ്ട കാര്യം പോലുമല്ല, നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി. നാവ് കൊണ്ട് മാത്രം ആ ദിക്ർ ചൊല്ലാൻ പറ്റും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്നത് ചുണ്ടനക്കേണ്ട കാര്യം പോലുമല്ല, അത്രയും ഇഖ്ലാസ് നിറഞ്ഞു നിൽക്കുന്ന ദിക്റാണത്. ഒരാൾ അറിയുപോലുമില്ല, ഒരാളും അറിയാതെ ദിക്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാൻ ഏറ്റവും ഈ ദിക്ർ കൊണ്ട് ഉപകാരം ലഭിക്കുന്നത് ഇഖ്ലാസോടുകൂടി ഈ വാക്ക് ഉച്ചരിച്ച ആളുകൾക്കായിരിക്കും എന്ന് അവിടുന്ന് പറയും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ശരി, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ശ്രേഷ്ഠതകൾ ഇനിയും അധികം വിവരിക്കുന്നില്ല. അതിൽ 2 കാര്യം പറഞ്ഞത്. ഇനിയും ധാരാളമുണ്ട്, സാധിക്കുന്നവരത്
കണ്ടെത്താനും എഴുതി വെക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിൽ ഇത് പഠിക്കാത്ത ആളുകളുണ്ട്. അവരോട് നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. അവർക്ക് നിങ്ങൾ ഒരു ഹദീസോ ഒരു ആയത്തോ നിങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ട് സഹോദര ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പൊ അതിനെക്കുറിച്ച് നീ പഠിക്കണ്ടേ, എന്താ അതിന്റെ അർത്ഥം ഒന്ന് ചോദിച്ചു നോക്ക. മിക്കവാറും ആളുകൾക്ക് ഇതിന്റെ അർത്ഥം എന്ന് അറിയപ്പോലുമില്ല. സുബ്ഹാനല്ലാഹ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, അയാള് പിന്നെ തന്റെ എളാമയോടോ മറ്റോ ഒരിക്കൽ ചോദിച്ചു, എളാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അവര് അത് ചിരിച്ചതല്ലേ. അവര് പറഞ്ഞു, എടാ അത് ആർക്കാ അറിയാത്തത്, ഇങ്ങനെ ചോദിച്ചെന്നെ കളിയാക്ക, എല്ലാവർക്കും അറിയുന്നതല്ലേ അർത്ഥം, എന്നാലും നിങ്ങളൊന്ന് പറയാൻ തയ്യാറ്. അവസാനം അവര് ഗതി കെട്ടപ്പോ അവര് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ് അതിന്റെ അർത്ഥം എന്നൊരു പറഞ്ഞു. ആളുകൾക്ക് അറിയില്ല. ഇത് അവരെ പരിഹസിക്കുന്നതിന് വേണ്ടിയോ കണ്ടില്ലേ ഇത് വിവരമുള്ളത് എന്ന് പറയാനോ വേണ്ടിയല്ല നമ്മൾ ചോദിക്കുന്നത്. അവന്റെ അറിവില്ലായ്മ ബോധ്യപ്പെടുത്തിയാലാണ് നമുക്ക് അവനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് മര്യാദയിൽ അതവോടുകൂടി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത് പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞിട്ട് മരിച്ചാലേ സ്വർഗത്തിൽ പോകുള്ളൂ. പഠിക്കണ്ടേ നമ്മൾ? നിങ്ങളെ വെറുതെ ചൊല്ലിയത് കൊണ്ട് കാര്യമുണ്ടോ? മുനാഫിക്കുകൾ, അറബികൾ, അവർക്ക് ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് അവർ നാവോട്ട് ചൊല്ലി, അവർക്കൊണ്ട് വല്ല ഉപകാരം ഉണ്ടായോ? അപ്പൊ ഇത് ചൊല്ലിയാൽ ഇതിലെന്താണ് ഇത് നമ്മൾ പറയുന്നത് എന്ന് നമുക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരി, വമഅനാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ മഅന എന്താണ്? എന്താ മഅന, അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ആദ്യം നമുക്ക് അതിന്റെ വാക്കുകൾ ഒന്ന് പറഞ്ഞു നോക്കാം. ലാ എന്ന് പറഞ്ഞ എന്താ? എല്ലാവർക്കും അറിയാം. സൗദിയിലാണ് ജീവിക്കുന്നത്, ആർക്കും അറിയാത്ത ലാ എന്ന് പറഞ്ഞ ഇല്ല. ലാ ഇല്ല. ലാ ഇലാഹ, ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിൽ അനേകം തെളിവുകൾ വന്ന കാര്യമാണ്. ഇലാഹ് എന്നതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ തൊട്ടുമേലെ പറഞ്ഞ ആയത്ത് നോക്കുക, അംബിയായിലെ ആയത്ത് അല്ലെ, ലാ ഇലാഹ ഇല്ല അന ഫഅ്ബുദൂൻ, അതിലുണ്ട് അതിന്റെ അർത്ഥം. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യപ്പെടുന്നവനുള്ള പേരാണ്. മഅബൂദ്, അതാണ് ലാ ഇലാഹ, ഇലാഹ എന്നതിന്റെ അർത്ഥം. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത്, എന്തൊരു ഇബാദത്തുണ്ടോ, ഒരാൾക്കൊരു ഇബാദത്ത് നൽകപ്പെടുന്നു എങ്കിൽ അവനാണ് ഇലാഹ്. ഇബാദത്ത് നൽകപ്പെടുന്ന ആൾക്ക്. ചില മഅബൂദുകൾ അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാവരും അതിന് അർഹതയില്ലാത്തവരാണ്. കല്ലുകൾ ആരാധിക്കുന്നു, വൃക്ഷങ്ങൾ ആരാധിക്കപ്പെടുന്നു, പലതിനെ ആളുകൾ ആരാധിക്കുന്നു. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന വസ്തു, ഇബാദത്ത് ചെയ്യപ്പെടുന്ന വസ്തു, അതിനാണ് ഇലാഹ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് ആരാണോ അതാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നീ ഒരാൾക്ക് സുജൂദ് ചെയ്താൽ അവൻ ഇലാഹാണ്. കാരണം എന്താ? സുജൂദ് ഇബാദത്താണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? നന്നായി ശ്രദ്ധ. എന്തൊരു ഇബാദത്തുണ്ടോ, ദുആ, പ്രാർത്ഥന ഇബാദത്താണ്. നീ ഒരാളോട് പ്രാർത്ഥിച്ചാൽ അവൻ ഇലാഹാണ്. എന്തുകൊണ്ട്? അവൻ നിന്റെ പ്രാർത്ഥന കൊണ്ട് ആരാധിക്കപ്പെട്ടിരിക്കുന്നു. ആരാധിക്കപ്പെടുന്നതെല്ലാം മഅബൂദാണ്, ആരാധിക്കപ്പെടുന്നത് ഇലാഹാണ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നതായി ഒന്നും തന്നെ ഇല്ല. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നത്. ആരാധിക്കപ്പെടുന്നവനായി, ആരാധ്യനായി ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ഒരാളുമില്ല. ലാ ഇലാഹ ഇല്ല, അതാ ഇല്ല എന്ന് പറഞ്ഞ അറബിയിൽ ഒഴികെ എന്ന് പറയും അല്ലെ, ഇസ്തിസ്ന എന്ന് പറയാം, ഒഴികെ. ഇത്രയും പറഞ്ഞു, ഇനി പറയുന്നത് ഒഴികെ. ലാ ഇലാഹ, ആരാധിക്കപ്പെടാവുന്ന ഒന്നും തന്നെ ഇല്ല, ഇല്ല ഒഴികെ അല്ലാഹ്, അള്ളാഹു ഒഴികെ. ആരാണ് അള്ളാഹു? ആകാശഭൂമികളെ പഠിച്ചവൻ. ആരാണ് അള്ളാഹു? ഫിർഔൻ ചോദിച്ചു, ഓമാ റബ്ബുൽ ആലമീൻ, അല്ലെങ്കിൽ ഫമൻ റബ്ബുകുമാ യാ മൂസ, മൂസ, ഹാറൂൻ, നിങ്ങളുടെ രണ്ടുപേരുടെ റബ്ബാരാണ്? റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാത്തിനെയും പടക്കുകയും അവർക്ക് അതിന്റെ രൂപം നൽകുകയും ചെയ്തവൻ ആരാണോ അവനാണ് ഞങ്ങളുടെ റബ്ബ്, അതാണ് അള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓരോ വാക്കിന്റെ അർത്ഥം ലാ ഇല്ല, ഇലാഹ് ആരാധിക്കപ്പെടുന്നവൻ, ഇല്ല ഒഴികെ അള്ളാഹ്, അള്ളാഹു അല്ലാതെ. ലാ ഇലാഹ ഇല്ല, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അതാണ് അതിന്റെ വാക്കർത്ഥം. ഇനിയുള്ളത് അറബിയിലെ ചില ഗ്രാമർ, നഹ്വുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഞാൻ അതിവിടെ പറയുന്നില്ല തൽക്കാലം. അറബിയിൽ ചില വാക്കുകൾ ചില സന്ദർഭത്തിൽ
അറബി അവരുടെ പ്രയോഗങ്ങളിൽപ്പെട്ട ചില വാക്കുകൾ അവർ ഒഴിവാക്കും, അത് ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളതുകൊണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഉലമാക്കൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു അല്ലാതെ ദുനിയാവിൽ ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവുമില്ല എന്നല്ല, മറിച്ച് അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള യഥാർത്ഥ ആരാധ്യൻ, ശരിയായ ആരാധ്യൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളുമില്ല. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരാള് ഒരു പൗരുഷത്തിന്റെ അടയാളമാണ് ധൈര്യം കാണിക്കുക എന്നുള്ളത്. ഒരാൾ അങ്ങേയറ്റത്തെ ധൈര്യം കാണിച്ചു ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ഇവനാണ് യഥാർത്ഥ പുരുഷൻ എന്ന് പറയില്ലേ. എന്താ ഇതിന്റെ അർത്ഥം? പുരുഷൻ എന്ന് പറയാവുന്ന വിശേഷണങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ അതിന് അർഹതയുള്ളത് ഇവനാണത് കാണിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹതയുള്ള സാക്ഷാൽ ആരാധ്യൻ എന്ന് പറയാവുന്ന ഒരാളും തന്നെ ഇല്ല അല്ലാഹു അല്ലാതെ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. ഇതു മാത്രമാണ് അതിന്റെ അർത്ഥം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. ഇത് മാത്രമാണ് അതിന്റെ അർത്ഥം. ഇതല്ലാത്ത പല അർത്ഥങ്ങളും പലപ്പോൾ ആൾക്കാർ പ്രസംഗത്തിൽ മറ്റൊക്കെ പഠിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അർത്ഥം ശരിയായിരിക്കും, പക്ഷെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമല്ല. ചില ആൾക്കാർ പറയും അല്ലല്ലാതെ ഉപജീവനം നൽകുന്നവനില്ല, അല്ലല്ലാതെ സ്രഷ്ടാവില്ല. പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമല്ല. അപ്പൊ ചില ഇന്ദ്രിയങ്ങൾ എത്ര വാശി പിടിക്കുന്ന രണ്ടുപേരെ അർത്ഥം നല്ല അർത്ഥം തന്നെയല്ലേ? ഇല്ല, അർത്ഥം മാറിയാൽ വലിയ പ്രശ്നമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനത്ത് പറയാനുണ്ട്. അർത്ഥം ഒരിക്കലും മാറ്റാൻ പാടില്ല. ഇബാദത്തിന് അർഹനായി അല്ലാഹു അല്ലാതെ ഒരാളുമില്ല, അത് മാത്രം അതിന്റെ അർത്ഥം. അതുകൊണ്ട് സഹോദര, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയുകയും നിന്റെ ലക്ഷക്കണക്കിന് ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒരു ഇബാദത്ത് ഒരു നിമിഷ നേരത്തേക്ക് അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് നീ നൽകുകയും ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിനെ നീ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഒരാൾ 1000 വർഷം സുജൂദ് ചെയ്തു അല്ലാഹുവിന് മാത്രം, 1000 വർഷം നിസ്കരിച്ചു, നോമ്പെടുത്തു, ഇബാദത്തുകൾ 1000 വർഷം ചെയ്തു, മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു നിമിഷം അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് അയാൾ സുജൂദ് ചെയ്താൽ അവന്റെ 1000 വർഷത്തെ ഇബാദത്തുകൾ നശിപ്പിക്കാൻ അത് മതിയായതാണ്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിനെ പരിപൂർണമായി തകർത്ത് കളഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ശിർക്കിന്റെ ഗൗരവങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ തകർക്കുന്ന ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. ശിർക്കിനെ കുറിച്ച് ചില ഉലമാക്കൾ പറഞ്ഞ മനോഹരമായ വാക്കുകളിലൊന്നാണ് നുഖ്തത്തുൻ മിന ശിർക്കി തുഫ്സിദു വതുഹ്ബിതു ബിഹാറൻ മിനൽ ഹസനാത്ത്. ശിർക്കിന്റെ ഒരു തുള്ളി, ഒരു ചെറിയ ഒരു തുള്ളി, ആ ഒരു ചെറിയ തുള്ളി സമുദ്ര സമാനമായ നന്മകളെ തകർക്കാൻ മതിയായതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അതിന് ഗൗരവം ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1000 വർഷം ഒരാൾ ഇബാദത്ത് ചെയ്തു, അവസാനത്തിൽ അവൻ ശിർക്ക്, ഒരു നിമിഷം ശിർക്ക് ചെയ്താൽ 1000 വർഷത്തെ ഇബാദത്തുകളെ ബാത്തിലാക്കുന്നത് മതി. അത്രയും ഗൗരവമുള്ള കാര്യമാണത്. അതുകൊണ്ടാണ് തൗഹീദ് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്. അതാണ് ശിർക്ക്. അതുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും ഗൗരവമുള്ളതാകുന്നത്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമില്ല, ഇതിനേക്കാൾ ശിർക്കിനേക്കാൾ ഗുരുതരമായ മറ്റൊരു തിന്മയില്ല. ഏറ്റവും ഗൗരവപ്പെട്ട കാര്യമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ൻ ഇല്ലല്ലാഹ് എന്നാണ്. എന്താണ് തെളിവ്? തെളിവ് വേണമല്ലോ. എന്താണ് തെളിവ്? അതിന്റെ തെളിവാണ് ആ പറഞ്ഞത്. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവുകളിൽ പെട്ടതാണ്. ഈ ഒരു തെളിവ് മാത്രമേ കൊടുത്തു, ധാരാളം തെളിവുകളുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. വലഖദ്, തീർച്ചയായും, ബഅസ്നാ, നാം നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു പറയാൻ നാം നിയോഗിച്ചിട്ടുണ്ട്. ഫീ കുല്ലി ഉമ്മത്തി റസൂല, എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. എന്താ നബിമാരോടൊക്കെ റസൂലുകളോടൊക്കെ പറഞ്ഞത്? അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വജ്തനിബുത് ത്വാഗൂത്ത്, താഗൂത്ത് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തതുപോലെ കുല്ലു മഅബുദ മിൻ ദൂനില്ലാഹ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വിശദീകരണമാണ്. അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ ആ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ നിങ്ങൾ അകറ്റി നിർത്തുക. ഞാൻ ചോദിക്കുന്നത് എങ്ങനെ തെളിവായത്? ഞാൻ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം മനസ്സിലായോ? ശരിക്കും മനസ്സിലായില്ലേ? എന്താ തെളിവ്? വലഖദ്, എല്ലാ നബിയും എല്ലാ ഉമ്മത്തേക്കും റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താ അവരോട് പറഞ്ഞത്? അഅ്ബുദുല്ലാഹ്, അല്ലാഹ് മാത്രം ഇബാദത്ത് ചെയ്യണം, ആരാധിക്കണം.
വജ്തനിബു ത്വാഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവയെ ഉപേക്ഷിക്കണം. ഇതാണ് എല്ലാ റസൂലുകളും. ഇതിലെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുള്ള അതിന്റെ അർത്ഥം ആണ് ഇത് എന്നതിന് തെളിവ് എങ്ങനെ കിട്ടിയത്, എങ്ങനെ മനസ്സിലായത്? ആരെ പറയാ? ആ എങ്ങനെ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്നെങ്ങനെ മനസ്സിലായി? ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്ന് ഇതിൽ തന്നെ തെളിവുണ്ട്. 2 തെളിവ് അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി. ഇതിൽ തന്നെ തെളിവുണ്ട്. നമ്മൾ ഈ പുസ്തകത്തിൽ ഈ ചെറിയ കുറിപ്പിലുണ്ട് 2 തെളിവുകൾ തമ്മിൽ കൂട്ടിവെച്ചാൽ മതി. ശ്രദ്ധ. അതാണ് ഇത്. ആദ്യത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് എല്ലാ നബിമാർക്കും കൊടുത്ത കൽപ്പന. 2ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? അതിന്റെ വിശദീകരണം പറഞ്ഞത്. 2ാമത്തെ ആയത്ത്, ഈ 2 ആയത്ത് മിക്സ് ചെയ്താൽ ഈ 2 ആയത്ത് നിങ്ങൾ ചേർത്ത് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം കിട്ടി. എളുപ്പത്തിൽ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആയത്താണ് ഇത് രണ്ടും. എല്ലാവർക്കും മനപ്പാടുള്ള ആയത്തായിരിക്കും. ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എല്ലാ ഉമ്മത്തിലേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ് നബിമാരെ പറഞ്ഞയച്ചത്. ഖുർആൻ എങ്ങനെയാണ് തഫ്സീർ ചെയ്യേണ്ടത്, വിശദീകരിക്കേണ്ടത്? ഖുർആൻ കൊണ്ടാണ് ആദ്യം തഫ്സീർ ചെയ്യുക. 2ാമതൊരു ആയത്തിൽ അള്ളാഹു പറയുന്നത് എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞയച്ചു. മുന്നത്തെ ആയത്തിൽ എന്താ പറയുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ് പറഞ്ഞയച്ചത്. ഈ ആയത്തിൽ അതിന്റെ അർത്ഥമാണ് പറഞ്ഞു തന്നത്. ആ നബിമാരോട് നാം പറഞ്ഞത് എന്താണ്? അനിഅ്ബുദുല്ലാഹ്. അവരോട് പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹുവാണ് നിങ്ങളുടെ സ്രഷ്ടാവെന്ന് നിങ്ങൾ അംഗീകരിക്കുമെന്ന് പറയാനാണോ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? നിങ്ങളെല്ലാവരും അള്ളാഹുവാണ് നിങ്ങളുടെ സ്രഷ്ടാവെന്ന് പറയുന്നു, അങ്ങനെ പറയാനാണോ പറഞ്ഞത്? അല്ല. അള്ളാഹുവാണ് ഹാക്കിം, അവനാണ് ഭരണാധികാരി എന്ന് പറയാനാണോ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. അള്ളാഹുവാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, അങ്ങനെ പറയാനാണോ പറഞ്ഞത്? അല്ല. എന്താ പറഞ്ഞത്? അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. വജ്തനിബു ത്വാഗൂത്ത്, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് മാത്രമല്ല പറഞ്ഞത്. വജ്തനിബു ത്വാഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ വജ്തനിബു. എനിക്ക് അറബിയിൽ അറിയില്ല ജാനിബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജാനിബിലാന്ന് പറഞ്ഞാൽ ഓനൊരു ജാനിബിൽ, ഞാൻ വേറെ ജാനിബിലാന്ന് പറഞ്ഞാൽ ഓനൊരു അറ്റത്തും ഞാൻ ഒരു അറ്റത്തും. വജ്തനിബു, നിങ്ങൾ താഗൂത്തുകളെ ഇങ്ങനെ നീക്കി വെച്ചാൽ പോരാ. വജ്തനിബു, അകലേക്ക് മാറ്റി വെക്കണം, അടുപ്പിക്കരുത്. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ വജ്തനിബു, നിങ്ങൾ അകറ്റി നിർത്തണം. ചില പണ്ഡിതന്മാർ പറഞ്ഞ പോലെ നീ കിഴക്കിലാണെങ്കിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവ പടിഞ്ഞാറാകട്ടെ, അങ്ങനെ അത്രയും അകലെ ഉണ്ടാകണം. അവയും നീയുമായി ഒരു ബന്ധവുമില്ല. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന വസ്തുക്കൾ ഒരു ആംഗ്യം കൊണ്ടുപോലും നീ ഒരു സപ്പോർട്ടോ നിന്റെ ഒരു അനുകൂല നിലപാടോ ഇല്ല. നീയും അത് തമ്മിൽ പരിപൂർണ അകൽച്ചയിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് ലാ ഇലാഹ. ഇത് പ്രത്യേകം സഹോദരങ്ങളെ മനസ്സിലാക്കി. ഇത് പറഞ്ഞാലാണ് തൊട്ടടുത്ത ഭാഗം നമുക്ക് വിശദീകരിക്കാൻ പറ്റുള്ളൂ. എന്ത്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അതുകൊണ്ട് മോനെ, നീ മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അത് ഇബാദത്താണ്, അല്ലാത്തവർക്കുള്ള പ്രാർത്ഥനയാണ്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കടകവിരുദ്ധമാണ് ഈ പ്രവർത്തിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാകുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നാം ഈ പറഞ്ഞത്, ഈ അർത്ഥം പഠിക്കൽ അനിവാര്യം. സഹോദരങ്ങളെ നന്നായി മനസ്സിലാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി ഒരാളും തന്നെ ഇല്ല എന്നാണ്. ഒരാൾക്കും ആരാധനയുടെ ഒരു പങ്കും. അപ്പോൾ നമ്മൾ ആരാധനകൾ എന്താണെന്ന് പഠിക്കണം. ധാരാളം ഹൃദയം കൊണ്ട് ചെയ്യുന്ന ആരാധനകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ആരാധന ഇഖ്ലാസ്, അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിക്കണം. വേറൊരു കുറച്ചുകൂടി ഇബാദത്ത് എന്ന് പറയാവുന്ന അങ്ങേറ്റത്തെ പ്രതീക്ഷ. ഒരു പ്രയാസം ഉണ്ടായി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങേറ്റത്തെ പ്രതീക്ഷ നീ ആരിലാണോ വെക്കുന്നത് അതൊരു ഇബാദത്താണ്. ഒരാൾ പറയാൻ ഭാര്യ ഹോസ്പിറ്റലിലായി, പ്രസവ വാർഡിലേക്ക് കയറ്റി, ഡോക്ടർ പറയാൻ കുറച്ച് സീരിയസ് ആണ്. നീ ആ സന്ദർഭത്തിൽ നിന്റെ പ്രതീക്ഷ ആരുടെ മുകളിലാണോ അങ്ങേറ്റത്തെ പ്രതീക്ഷ വെക്കുന്നത്, നീ പറയാം ആ ഡോക്ടർ അയാളെങ്ങാനും ഇല്ലെങ്കിൽ അയാളാണ് എന്റെ എല്ലാ കാര്യവും നോക്കുന്നത്
എന്ന് പറഞ്ഞാൽ നിനക്ക് തൗഹീദിലാണ് പാകപ്പിഴവ് സംഭവിക്കുന്നത്. നിന്റെ അങ്ങേറ്റത്തെ പ്രതീക്ഷ അത് ഒരു ഇബാദത്താണ്, ഹൃദയം കൊണ്ടുള്ള ഇബാദത്താണ്. വേറൊരു ഇബാദത്ത് ഭയം, അങ്ങേറ്റത്തെ ഭയം, ഏതു കാര്യങ്ങളെയും കവച്ചു വെക്കുന്ന ഭയം, അങ്ങേറ്റത്തെ ഭയം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. അതുപോലെ തന്നെ സ്നേഹം, അത് മഹത്തരമായ ഇബാദത്താണ്, ഇബാദത്തിന്റെ മജ്ജയാണത്. അങ്ങേറ്റത്തെ സ്നേഹം അത് അല്ലാഹുവിന്റെ ഇബാദത്താണ്. വേറെ താഴ്മ, അതുപോലെ വേറെ തവക്കുൽ, ബലമേൽപ്പിക്കൽ എങ്ങനെ? കൈകൊണ്ട അല്ലേ? തവക്കുൽ എങ്ങനെ? ഹൃദയം കൊണ്ടാണ്. അള്ളാഹുൽ ബരമേൽപ്പിക്കുക എന്നത് ഹൃദയം കൊണ്ടുള്ള ഇബാദത്താണ്. അപ്പൊ ഇങ്ങനെ ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളുണ്ട്. നാവ് കൊണ്ടുള്ള ഇബാദത്തുകൾക്ക് ഉദാഹരണം ഏതാ? സിക്ർ ഉദാഹരണം. മഹത്തരമായ ഇബാദത്തുണ്ട്. അതാണ് ഇബാദത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇബാദത്ത്. ദുആ, പ്രാർത്ഥന നാവ് കൊണ്ടുള്ള ഇബാദത്താണ്. ശരീരാവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്തുകൾ ഉദാഹരണത്തിന് നിസ്കാരം, സുജൂദ്, റുകൂഅ്, ഇതൊക്കെ ഇബാദത്ത്. ഇബാദത്തുകളായി എന്തെല്ലാം ഉണ്ടോ, എന്തൊരു കാര്യം ഇബാദത്തായി സ്ഥിരപ്പെട്ടു അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകരുത്. അതാണ് നമ്മൾ പറയുന്നത്. അള്ളാഹ് അല്ലാത്തവർക്ക് നേർച്ച നേരരുത്, അള്ളാഹ് അല്ലാത്തവർ നിങ്ങൾ ഈ ഖബറിന്റെ ചുറ്റും തവാഫ് ചെയ്യരുത്. തവാഫ് ഇബാദത്താണ്. അതുപോലെ ബലിയർപ്പിക്കൽ, നമ്മൾ ഉദ്ഹിയ്യത്ത് അറക്കുന്നു, അഖീഖ അറക്കുന്നു, അത് ഇബാദത്താണ്. അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ ബലിയർപ്പിക്കരുത്. മനസ്സിലായില്ലേ ഈ പറയുന്നത്? എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്തുമായി എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ അർത്ഥമായി മനസ്സിലാക്കേണ്ടത്. വഅർകാനുഹാ ഇത്നാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് 2 സ്തംഭങ്ങളുണ്ട്. ഒരു വീട് നിൽക്കുന്ന സ്തംഭങ്ങളിലാണ്, തൂണുകളിലാണ്. അതായത് ഒന്നില്ലാതെയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തകരും. വഅർകാനുഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ സ്തംഭങ്ങൾ, റുക്ൻ എന്ന് പറഞ്ഞാൽ അർക്കാൻ എന്ന് പറഞ്ഞാൽ സ്തംഭം, തൂണ്. തൂണുകൾ 2 കാര്യങ്ങളാണ്, അന്നഫി വൽ ഇസ്ബാത്ത്. ഒന്നാമത്തേത് നഫിയാണ്. നഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാ, നിഷേധിക്ക. വീട്ടിൽ ഇന്ന ആളുണ്ടോ, ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിഷേധമാണ്, അതാണ് നഫി എന്ന് പറയുന്നത്. വൽ ഇസ്ബാത്ത്, ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം, സ്ഥിരീകരിക്ക, ഉണ്ട് എന്ന് പറയാ. നഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാ. ഈ നിഷേധം, സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കടുപ്പാക്കുന്നില്ല, എളുപ്പത്തിൽ പറഞ്ഞാൽ അതാണ്. നഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാം, ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറയാം. വഅർകാനുഹാ ഇത്നാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് 2 സ്തംഭങ്ങളുണ്ട്. ഒന്ന്, നീ ചിലത് ഉണ്ട് എന്ന് പറയണം. 2, നീ ചിലത് ഇല്ല എന്ന് പറയണം. ഫലാ ഇലാഹ നഫ്യുൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ ആദ്യത്തെ ഭാഗം ലാ ഇലാഹ എന്നത് നഫിയാണ്. എന്താ നഫി? നീ പറയാൻ ഒരു ഇലാഹുമില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും നല്ല ക്രമമാണ് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചത്. ഹൃദയത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന എന്തെല്ലാം കെട്ടുപാടുകളുണ്ടോ, എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ, അത് ചിലപ്പോ പിന്നെ ആരാധനയോട് കൂടെ ഉള്ളതായിരിക്കാം, തവക്കുലായിരിക്കാം, സ്നേഹമായിരിക്കാം. എന്തെല്ലാം ബന്ധങ്ങൾ ഹൃദയങ്ങളിലുണ്ടോ ആ ബന്ധങ്ങളെല്ലാം വലിച്ച് പറിച്ചു കളയുകയും പൊട്ടിച്ചെറിയുകയും ചെയ്യാം. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, പരിപൂർണമായ ശുദ്ധീകരണം ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. അല്ലാഹുണ്ട്, അല്ലാഹു ഇലാഹാണ്. ഇത് അല്ലാഹു ഇലാഹാണ് എന്ന് മാത്രം പറയുന്നതിനേക്കാൾ ശക്തമാണ്. ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്. ചിലർ പറഞ്ഞു തഖല്ലി സുമ്മ തഹല്ലി. ഒരു മനുഷ്യൻ നല്ല ഒരു വസ്ത്രം ധരിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? ശരീരം വൃത്തികേടുകളിൽ നിന്ന് വൃത്തിയാക്കി എല്ലാ കച്ചറയൊക്കെ കളഞ്ഞ് എന്നിട്ടാണ് നല്ല വസ്ത്രം ധരിക്കുക. ആദ്യം ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളും അള്ളാഹുവിന് പുറമെയുള്ള എല്ലാ ബന്ധങ്ങളെയും പൊട്ടിച്ചെറിയാൻ, ശുദ്ധിയാവാൻ. ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ കലിമത്ത് വളരെ ശക്തമായ ഒരു വാക്കാണ്. നിങ്ങളതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉന്നതമായ സ്ഥാനം നൽകുന്ന പറച്ചുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ കലിമത്ത് ഹൃദയത്തിൽ ഉറച്ച ആളുകൾ സുബ്ഹാനല്ലാഹ് ദുനിയാവ് മുഴുവൻ
കൺമുന്നിൽ നിന്ന് എടുത്തു നീക്കപ്പെടുമ്പോഴും ജീവൻ തന്നെ ഭീഷണിപ്പെടുത്തപ്പെട്ടാലും അവർ ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബിലാലിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹു അഹദ് 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 എന്ന വാക്ക് ആവർത്തിച്ചു പറയാൻ അദ്ദേഹത്തിന് ശക്തി നൽകിയത് ഈ ഒരു ബോധ്യമാണ്. അല്ലാഹു അല്ലാതെ ഹൃദയത്തിൽ മറ്റു ബന്ധങ്ങളിൽ നിന്നെല്ലാം അവർ മുക്തമായി. അതുകൊണ്ട് ചില സഹാബികൾ പറഞ്ഞല്ലോ, അല്ലാഹു അല്ലാതെ മറ്റൊന്നും ബിലാലിന് വലുതായിരുന്നില്ല. സ്വന്തം ശരീരം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ അദ്ദേഹത്തിന് ചെറുതായിരുന്നു. അതുകൊണ്ട് ശരീരത്തിന് ഏൽക്കുന്ന ഉപദ്രവങ്ങൾ അദ്ദേഹത്തിന് നിസ്സാരമായിരുന്നു. അതുകൊണ്ടാണ് ബിലാലിന് അഹദ് എന്ന വാക്ക് ഉറപ്പോടുകൂടി പറയാൻ സാധിച്ചത്. നിങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിച്ചാൽ അദ്ദേഹം ഏറ്റ പരീക്ഷണങ്ങൾ കണ്ടാൽ സുബ്ഹാനല്ലാഹ്, ചുട്ടുപൊള്ളുന്ന മരുഭൂമി. നിങ്ങൾ സൗദിയിലാണ്, ഇവിടുത്തെ മരുഭൂമിയിലെ ചൂട് നിങ്ങൾക്കറിയാം. ഷൂസോ ഷോക്സോ ഒന്നുമില്ല, ചെരുപ്പില്ലാതെ എങ്ങാനും ഒന്ന് ഭൂമിയിൽ ചവിട്ടിപ്പോയാലുള്ള ചൂട് എന്താണ് നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ ചൂടിലാണ്, നട്ടുച്ച ചൂടിലാണ്, മരുഭൂമിയിലാണ് അദ്ദേഹത്തെ കിടത്തിയിരിക്കുന്നത്. എന്നിട്ടാണ് അതിനു മുകളിൽ പാറക്കല്ലെടുത്ത് കയറ്റി വെക്കുന്നത്. അതിനു മുകളിലാണ് മർദ്ദനങ്ങളുള്ളത്. അതിനു മുകളിലാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പലതും ബന്ധിച്ച് മക്കയിലെ തെരുവുകളിലൂടെ നടത്തുന്നത്. അതിനു മുകളിലാണ് കുട്ടികളെ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തെ കല്ലെറിയിപ്പിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം അഹദ് അഹദ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ബന്ധം ശക്തമാവുകയും തന്റെ സ്വന്തം ശരീരത്തോടുള്ള ബന്ധം വരെ മുറിച്ചു കളയാൻ സാധിക്കുകയും ചെയ്യുന്ന അത്രമാത്രം ശക്തമായ ബന്ധമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അവരിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവർക്ക് അത് പ്രയാസമുണ്ടാക്കിയില്ല. യാസറും സുമയ്യയും പിന്നീട് ഇങ്ങോട്ട് ചരിത്രത്തിൽ വായിച്ചാൽ അനേകം ചരിത്രങ്ങൾ. ഈ ബന്ധം ഈ കലിമത്തുമായി നമുക്കുണ്ടോ? അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രം വിവരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വലൗ സുഇലുൽ ഫിത്നത. അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ശത്രുക്കൾ മുന്നിൽ വന്ന് മക്കയിലെ മുശ്രിക്കുകൾ വലിയ സൈന്യവുമായി, 10,000 വരുന്ന ആളുകളെ സൈന്യവുമായി പുറത്ത് തമ്പടിച്ചിരിക്കുകയാണ്. അവർക്കിടയിലുള്ള തടസ്സം ആ കിടങ്ങു മാത്രമാണ്, ഖന്ദഖ് മാത്രമാണ്, കിടങ്ങു മാത്രമാണ്. യഹൂദർ അതിനിടയിൽ മുശ്രിക്കുകൾക്ക് വഴി തുറന്നു കൊടുത്തു എന്ന ഒരു വാർത്ത പ്രചരിക്കുകയും ചെയ്തു. ജൂതന്മാരങ്ങനെ ചിന്തിച്ചിരുന്നു, അവരുടെ കോട്ട തുറന്നു കൊടുക്കാൻ, മുശ്രിക്കുകൾക്ക് മദീനക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. ഫിത്ന അതിന്റെ ശക്തമായ അവസ്ഥയിലെത്തി. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ത്രീകളെയെല്ലാം അവർ മദീനക്കുള്ളിലാണ് ആക്കിയിരിക്കുന്നത്, കുട്ടികളും സ്ത്രീകളൊക്കെ മദീനക്കുള്ളിൽ. ഇവരുടെ കിടങ്ങിന്റെ മുൻപിൽ മുശ്രിക്കുകളെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കാൻ. ഇതിനിടയിൽ ജൂതന്മാർ അവർ കരാർ നൽകിയിരുന്നു സംരക്ഷിക്കാമെന്ന്. മദീനക്കെതിരെ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങളിൽ മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാമെന്ന് ജൂതന്മാർ പറഞ്ഞിരുന്നു. പക്ഷെ അവർ കരാർ ലംഘിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു, വലൗ സുഇലുൽ ഫിത്നത ലഅതൗഹാ വമാ തലബ്ബഥു ബിഹാ ഇല്ലാ ഖലീല. ആ സന്ദർഭത്തിൽ ചില ആളുകളുടെ ഹൃദയം കുഫറിനോട് അടുക്കാൻ തുടങ്ങി. ആരെങ്കിലും, അതായത് ശത്രുക്കൾ ഒന്ന് കഴുത്തിന് പിടിച്ചിട്ട് ഇസ്ലാം ഉപേക്ഷിക്കടാ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരമല്ലാതെ പ്രതിരോധിച്ചു നിൽക്കാൻ പോലും അവരിൽ പലർക്കും സാധിക്കുമായിരുന്നില്ല. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനോടുള്ള ബന്ധം ദുർബലമാകുന്നതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന് ആളുകൾ എത്ര ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ദീന് ഉപേക്ഷിക്കാൻ തയ്യാറാണ്, ദീനിന്റെ അടയാളങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ തയ്യാറാണ്. ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ തന്നെ മടിക്കുന്ന എത്ര ആളുകളുണ്ട്. ആൾക്കാരത് അറിയുന്നതിൽ പ്രയാസം കാണുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മനസ്സ് തുറന്നു സ്വീകരിക്കുക, അതിൽ അഭിമാനം കാണിക്കുക, ഫഖ്റുള്ളവനാവുക. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, വേറൊരുത്തന്റെ അടിമയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉച്ചരിച്ചവനാണ് എന്ന ബോധ്യവും തിരിച്ചറിവും അവന് ഉണ്ടായിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അതിന്റെ 2 ഭാഗങ്ങൾ. ഒന്നാമത്തേത് നഫിയാണ്, ഇല്ല എന്ന് പറയാം. എന്തില്ല എന്ന് പറയാം? അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടാവുന്ന ഒന്നും തന്നെ ഇല്ല. നിനക്ക് അങ്ങനെ ഒരാൾ ഉണ്ടാവാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്വയം ചോദിക്കുക, അള്ളാഹുവിനോട് നിങ്ങൾക്കുണ്ടാകേണ്ട തരത്തിലുള്ള ബന്ധം
നമുക്ക് വേറെ സൃഷ്ടികളായിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചു മുന്നേ വരെ വ്യാപകമായിരുന്നു. കണ്ണൂർ ജില്ലയിലെ മറ്റൊരു ജാറുണ്ടായിരുന്നു, ഒരു മക്ബറയുണ്ട്. ആ മക്ബറയിൽ ഒരു കയർ കെട്ടിയിട്ടുണ്ട്. ആ മക്ബറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ കയറിന്റെ മുകളിൽ പിടിച്ചുകൊണ്ട് സത്യം ചെയ്താൽ, കള്ളസത്യം ചെയ്താൽ ഔലിയന്റെ കുറിച്ചൊക്കെ തട്ടുന്നതാണ്. നാട്ടിലെ പോരത്തിന് മോഷ്ടിക്കുകയോ വല്ലെന്തെങ്കിലും തട്ടിപ്പിലോ ചെയ്യോ എന്ന് സംശയം ഉണ്ടായി കഴിഞ്ഞാൽ അവനെ വിളിച്ചു കൊടുത്തിട്ട് ഒരാൾ അവനോട് ചോദിക്കണ വല്ലാഹി പറഞ്ഞ എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോ ഉടനെ പറയും വല്ലാഹി സത്യം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ജാറത്തിന്റെ ആ കയറ് പിടിച്ചു കഴിഞ്ഞാൽ അവന് പറക്കും, പിന്നെ അവന് പറയാൻ പേടിയായി. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നത് അവന് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അല്ല ഔലിയന്റെ പേരിൽ പറയുന്നതോ അത് ഭയങ്കര പേടിയുള്ള കാര്യമായിരിക്കും. ആളുകൾ സുബ്ഹാനല്ലാഹ് നോക്കൂ, നിങ്ങൾ ഇന്ന് കാലഘട്ടങ്ങളിൽ, പഴയ കാലത്ത് മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വല്ല തിരമാലയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കപ്പലിൽ കയറി കഴിഞ്ഞാൽ തിരമാല ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി വിളിക്കും. അബൂജഹലിന്റെ മകൻ ഇക്രിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കാൻ പുറപ്പെട്ടിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ മക്കയിൽ നിന്ന് രക്ഷപ്പെട്ടോടി കപ്പലിൽ കയറി. കപ്പൽ കയറിയപ്പോൾ കുറച്ചങ്ങ് യാത്ര തുടർന്നപ്പോൾ കടലിൽ തിരമാലകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി, കാറ്റും ഗോളൊക്കെ ഉണ്ടായി. അപ്പൊ ഇക്രിമ ലാത്തയും ഉസ്സയും വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ കപ്പിത്താൻ പറഞ്ഞു, ഇനി ഇവിടെ ലാത്തയും ഉസ്സയും വിളിച്ചിട്ട് കാര്യമില്ല, ഇവിടെ അള്ളാനെ മാത്രം വിളിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇക്രിമ ചിന്തിച്ചു എന്നാണ്. ഇക്രിമ പറഞ്ഞു, അള്ളാഹുവെ, കടലിൽ നിനക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ, കരയിൽ നിനക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവെ, എനിക്ക് നിന്നോടൊരു കരാറുണ്ട്, ഇതിൽ നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ മുസ്ലിമാണ്. അങ്ങനെ അദ്ദേഹം മുസ്ലിമാണ്. ഇക്രിമ അബൂജഹലിന്റെ മകൻ മുസ്ലിമായല്ലോ റളിയല്ലാഹു അൻഹു. എന്നാൽ ഇന്ന് കാലഘട്ടങ്ങളിൽ പ്രയാസം കടുക്കുമ്പോൾ ആളുകൾ കൂടുതൽ അള്ളാഹിനെ വിളിക്കാതിരിക്കാൻ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പകർച്ചവ്യാധി വ്യാപകമായി പടർന്നു പിടിച്ചപ്പോൾ ആളുകൾ ചില പോസ്റ്റർ ഇറക്കി, 1000 തവണ CM വലിയുള്ളാഹിനെ വിളിക്കണം, 1000 തവണ. നാട്ടിൽ നമ്മൾ ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്ന മൊഹീദ്ദീൻ മാലയിൽ പറയാൻ, വല്ല നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നവർ. അതിന്റെ അർത്ഥം ഏത് നിലത്തുനിന്നും, ഏത് ഭൂമിയിൽ എവിടെയാകട്ടെ, എവിടെ നിന്ന് വിളിച്ചാലും എന്നെ ഒരാൾ വിളിച്ചാൽ വായ അടക്കുന്നതിന് മുന്നേ ഞാൻ ഉത്തരം തരും. മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. ഒരു അസുഖമുണ്ടായി കഴിഞ്ഞാൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവനെന്താ പ്രാർത്ഥിക്കുക? അള്ളാഹുവിന്റെ അസുഖം മാറ്റിത്തരണേ. പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവെ നീ എന്റെ അസുഖം മാറ്റിത്തരണേ എന്ന ഒരേ വാചകത്തിൽ അള്ളാഹുവെ എന്ന് പറയേണ്ടടുത്ത് മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മൊഹീദ്ദീൻ ഷെയ്ഖിനുള്ള പ്രാർത്ഥന ആകാതിരിക്കുന്നത്? അതെങ്ങനെയാണ് മൊഹീദ്ദീൻ? അള്ളാഹുവെ നീ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഇബാദത്താണ്, സംശയമില്ലല്ലോ. അള്ളാഹുവെ എന്ന് പറയുന്നിടത്ത് മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ന വാക്ക് മാറ്റി പറഞ്ഞാൽ അതെങ്ങനെയാണ് മൊഹീദ്ദീൻ ഷെയ്ഖിനുള്ള ഇബാദത്താകാതിരിക്കുന്നത്? ഒരേ വാക്ക്, ഒരേ പ്രയോഗം, ഒരേ ഹൃദയം. മൊഹീദ്ദീൻ ഷെയ്ഖേ അസുഖം മാറ്റണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാഗ്രഹിക്കുന്നത്? മൊഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റി തരണമെന്ന്. അള്ളാഹുവെ രോഗം മാറ്റി തരണം എന്ന് പറയുമ്പോൾ എന്താ ആഗ്രഹിക്കുന്നത്? അള്ളാഹു രോഗം മാറ്റി തരണമെന്ന്. അള്ളാഹുവാണ് എന്റെ അവലംബം എന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബന്ധം, ഇബാദത്തിന്റെ കാര്യത്തിൽ അള്ളാഹു അല്ലാതെ മറ്റൊരാളും എനിക്ക് ഇബാദത്തിനായില്ല എന്ന വിശ്വാസം ഹൃദയത്തിൽ അടിയുറപ്പിക്കുക എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ലാ ഇലാഹ എന്നത് അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആളുകളെ നിഷേധിക്കലാണ്. ഇല്ലല്ലാഹ് എന്നത് ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയില്ല, അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്ന് അംഗീകരിക്കലാണ്. ഇത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് അടുത്തത്. فإن لا إله تنفي 4 أنواع. ലാ ഇലാഹ എന്ന വാക്ക് ഒരാൾ പറയുന്നതോടുകൂടി 4 തരത്തിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ 4 വിഭാഗങ്ങൾ അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ പൂർണ്ണമായും തുടച്ചു നീക്കണം. 4 കാര്യങ്ങൾ. ഇത് ഖുർആനിൽ വന്ന കാര്യങ്ങളാണ്. ഏതാണ് ഒന്നാമത്തെ കാര്യം? അൽ അവ്വലു
അൽ ആലിഹ. ഒന്നാമത്തെ കാര്യം ആലിഹത്തുകളാണ്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഇലാഹായി ഒരാളും നിനക്കുണ്ടാകരുത്. എന്താ അതിന്റെ അർത്ഥം? ചില പണ്ഡിതന്മാർ അത് വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിനക്കൊരു ഉപകാരം ലഭിക്കുന്നതിന്, ശരിക്കും ശ്രദ്ധിക്കാം, നിനക്കൊരു ഉപകാരം ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഉപദ്രവം നിനക്ക് തടുക്കുന്നതിന്, രണ്ട് കാര്യമാണ്. ഒന്നല്ലെങ്കിൽ ഒരു ഉപകാരം കിട്ടണം, നിനക്കൊരു കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ നിനക്കൊരു ഒരു അസുഖം സുഖമായി കിട്ടണം, അതല്ലെങ്കിൽ നിനക്കൊരു ഉപദ്രവം തടുക്കണം. എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണം അല്ലെങ്കിൽ ഒരു ഉപദ്രവം തടുക്കണം. ഈ രണ്ടു കാര്യങ്ങളിൽ ആരെയാണോ നീ അവലംബമായി കാണുന്നത് അവനാണ് നിന്റെ ഇലാഹ്. കുല്ലു മാ ഖസദ്തഹു ബിജൽബി നഫ്ഇൻ ഔ ദഫ്ഇ ദുർറിൻ ഫഇന്നക മുത്തഖിദുഹു ഇലാഹ. ഏതെങ്കിലും ഒരാളെ നിനക്കൊരു ഉപകാരം ലഭിക്കുന്നതിന്റെ അവസാന അവലംബമായി നീ സ്വീകരിക്കുന്നു എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിന്റെ അവസാന അവലംബമാണ്. അത് ചില ആൾക്കാർ പറയാം, നമ്മൾ ഡോക്ടറോട് അസുഖം മാറ്റാൻ പറയില്ലേ. ഏതെങ്കിലും ഒരാൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഇയാളാണ് ഈ രോഗം ഉണ്ടാക്കിയതെന്നോ ഇയാളാണ് ഈ രോഗം മാറ്റാനുള്ള അവസാനത്തെ വാക്കെന്നോ ഇയാൾ തീരുമാനിക്കാതെ രോഗം മാറില്ലാന്ന് വിശ്വസിക്കുന്നുണ്ടോ? അയാൾ മരുന്ന് തരുന്നത് കഴിച്ചാൽ ചിലപ്പോൾ മാറും, ഇല്ലെങ്കിൽ മാറില്ല. ഇത്രേ വിശ്വസിക്കുന്നുള്ളൂ. ഏതൊരു ഉപകാരം തേടുന്നതിലും എന്തൊരു ഉപദ്രവം തടുക്കുന്നതിലും നിന്റെ അവലംബമായി, പ്രത്യേകം ശ്രദ്ധിക്കാവാക്ക, അവലംബമായി നീ ആരെയാണോ കാണുന്നത് അവനാണ് ഇലാഹ്. അത് അള്ളാഹു അല്ലാതെ നിനക്ക് ഉണ്ടാവാൻ പാടില്ല. ഏത് ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും, അത് രോഗം മാറലാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിന്റെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാലാണെങ്കിൽ പോലും നിനക്ക് അള്ളാഹുവോട് ചോദിക്കാവുന്നതാണ്. എന്തു കാര്യത്തിലും നിന്റെ അവലംബം അള്ളാഹു മാത്രമാണ്. മറ്റെല്ലാ കാരണങ്ങളാണ്. ദുനിയാവിൽ അള്ളാഹു അനുവദിച്ചെന്ന കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് കാരണങ്ങളാണ്. അള്ളാഹു അനുവദിച്ചു എന്ന കാരണങ്ങൾ, ആ കാരണങ്ങൾ പോലും എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചാലും ഫലിക്കൊള്ളും. അവലംബം ആരിലാണ്? അള്ളാഹുവിലാണ്. ബിസിനസ് ചെയ്യുന്നു, എല്ലാ കാര്യം തർത്തീബിലാക്കിയിട്ടുണ്ട്, എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. വിജയിക്കുന്നത് അതിന്റെ അവസാനം ആരുടെ കയ്യിലാണ്? റബ്ബിന്റെ കയ്യിലാണ്. നീ എന്തൊക്കെ ചെയ്തിട്ടും നീ എല്ലാ കാര്യവും ശ്രദ്ധിച്ചതുകൊണ്ട് കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖാണ് അതിൽ അവസാനത്തെ കാര്യം. അപ്പൊ ഏതൊരു ഉപകാരം തേടുന്നതിലും ഏതൊരു ഉപദ്രവം തടുക്കുന്നതിലും നിന്റെ അവസാനത്തെ അവലംബമാരാണോ അവനാണ് നിന്റെ ഇലാഹ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണോ? വിശുദ്ധ ഖുർആൻ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅ വയക്ഷിഫു സൂ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. അതിലെ ആയത്തിന്റെ അർത്ഥം എന്താ? അമ്മൻ യുജീബുൽ മുത്തർ, കഠിനമായ പ്രയാസത്തിൽ അകപ്പെട്ടവൻ വിളിച്ചു ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, തേടിയാൽ അതിന് ഉത്തരം നൽകുന്നവനായി ആരുണ്ട്? വയക്ഷിഫു സൂ, പ്രയാസം നീക്കിക്കൊടുക്കുന്നവനായി ആരുണ്ട്? വയജ്അലുകും ഖുലഫാഅൽ അർദ്, നിങ്ങളെ ഭൂമിയിലെ ഖലീഫമാരാക്കുന്നവൻ ആരുണ്ട്? അഇലാഹുൻ മഅല്ലാഹ്. അല്ല, അല്ലാഹുവിന് പുറമെ എന്താ അവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്? ആലിഹ അല്ലേ? അഇലാഹുൻ മഅല്ലാഹ്, അല്ലാഹുവിന് പുറമെ ഒരു ഇലാഹുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവലംബം, അവസാനത്തെ അഭയം അള്ളാഹുവിൽ മാത്രമാണ്. അത് ഒരാളിലും ഉറപ്പിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, കാലഘട്ടത്തിൽ പുരോഹിതന്മാർ പറഞ്ഞു അവസാനം പറഞ്ഞ എവിടെ വരെ എത്തി? മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്ക് സിയം 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 എന്നായി കഴിഞ്ഞാൽ നഊദു ബില്ലാഹ്, ഈ മുസ്ലിമീങ്ങൾ അവരിലേക്ക് അള്ളാഹുവിന്റെ ദീനുള്ള വിവരക്കുറവ് എത്ര വലിയ അപകടങ്ങളിലാണ് അവരെ എത്തിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. മരിക്കുന്ന സമയം തന്നെ മനുഷ്യന് അവസാനത്തെ സമയമാണ്. ഇനിയൊരു സമയം അതിന്റെ അപ്പുറത്തേക്കില്ല, അവന് പരലോകത്തേക്ക് ഇനി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോവാൻ. ആ സമയത്ത് പറഞ്ഞു പഠിപ്പിക്കാൻ പരലോകത്ത് അള്ളാഹുവിനെ ആൾ എങ്ങനെയാണ് കണ്ടുമുട്ടാൻ പോകുന്നത് ഇത് പറഞ്ഞു കൊടുത്തവൻ. മരിക്കുന്ന സമയത്ത് അയാൾ ഇനി മരിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ കാലഘട്ടത്തിലെ പുരോഹിതന്മാരുടെ അപകടങ്ങളിൽപ്പെട്ടതാണ്. അവർ ദുനിയാവ് മാത്രം മനുഷ്യന്മാരിൽ നിന്ന് തട്ടിയെടുത്തിരുന്നെങ്കിൽ എത്ര സമാധാനം ഉണ്ടായിരുന്നു.
പക്ഷെ ദുനിയാവിൽ മാത്രം മതിയാക്കുന്നില്ല, മരിക്കുമ്പോൾ വരെ ഒരാൾ വെറുതെ വിടുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രയോ സാധാരണക്കാരായ ആൾക്കാർ മരിക്കുന്ന സമയത്ത് വരെ പറഞ്ഞു പഠിപ്പിക്കുന്ന സി എം എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ച എത്ര വാക്കുകൾക്ക് ഒരു മുസ്ലിമിന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്, ഒരു മുസ്ലിമിന് എങ്ങനെയാണ് കേട്ടിരിക്കാൻ കഴിയുന്നത്? നിന്റെ പ്രയാസങ്ങൾ അവസാനത്തെ അവലംബം അല്ലാഹു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു ചെറിയ മൺതരി അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ദുനിയാവിലുള്ള സർവരും പരിശ്രമിച്ചാലും സാധിക്കില്ല. എത്ര വലിയ നിൽക്കട്ടെ, നബിമാർ വന്നാലും മലക്കുകൾ വന്നാലും സാധിക്കില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായിരുന്നു ഇബ്നു അബ്ബാസിന് പറഞ്ഞു കൊടുത്തില്ലേ, فاعلم أن الأمة لو اجتمعت على أن ينفعوك بشيء لم ينفعوك بشيء إلا قد كتبه الله لك. ഇബ്നു അബ്ബാസേ, മോനെ, ചെറിയ മുസ്ലിം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലെ ചെറിയ മുസ്ലിമിന് അറിയുന്ന വിജ്ഞാനമാണത്. ഇബ്നു അബ്ബാസേ, മോനെ, അറിഞ്ഞുകൊള്ളുക, നിനക്കൊരു ചെറിയ ഉപകാരം ചെയ്യാൻ ദുനിയാവ് മുഴുവൻ ഒരുമിച്ചാലും അവർക്കതിന് സാധിക്കുകയില്ല, അള്ളാഹു നിനക്കത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെടുത്ത വാക്കാണത്. واعلم أن الأمة لو اجتمعت على أن يضروك بشيء لم يضروك بشيء إلا قد كتبه الله عليك. നിനക്കൊരു ചെറിയ ഉപദ്രവം ചെയ്യാൻ ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും സർവരും ഒരുമിച്ച് കൂടിയാലും നിനക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത ദീനതാണ്. ഇന്ന് ഏതെങ്കിലും ആൾക്കാർ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് റസൂലുള്ള പഠിപ്പിച്ചു, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദീനാണത്, ചെറിയ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദീനാണത്. എന്നാൽ ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാൻ. അള്ളാഹു ഇതാ പറഞ്ഞിരിക്കുന്നു, യാ ഇബാദി കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതുഹു ഫസ്തത്ഇമൂനി അത്അമുക്കും. എന്റെ അടിമകളെ, നിങ്ങൾ എല്ലാവരും വിശപ്പുള്ളവരാണ്, നിങ്ങളെല്ലാവരും പട്ടിണിയിലാണ്, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. യാ ഇബാദി കുല്ലുക്കും ആർ. എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വിവസ്ത്രരാണ്. ഇല്ലാ മൻ കസൗതുഹു, ഞാൻ വസ്ത്രം ധരിപ്പിച്ചവനൊഴികെ. ഫസ്തക്സൂനി അക്സുക്കും. നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം ധരിപ്പിക്കുന്നതാണ്. യാ ഇബാദി കുല്ലുക്കും ضال ഇല്ലാ മൻ ഹദൈതുഹു. എന്റെ അടിമകളെ, നിങ്ങൾ എല്ലാവരും വഴി തെറ്റിയവരാണ്, ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ. ഫസ്തഹ്ദൂനി അഹ്ദിക്കും. നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കുക, അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് അവൻ ചോദിക്കും, മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ ഉത്തരം നൽകാൻ തയ്യാറാണ്. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. ആരുണ്ട് എന്നോട് പാപമോചനം ചോദിക്കാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. മൻ യസ്അലുനി ഫഉഅതിയഹു. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് കൊടുക്കാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയാൻ, ലാ തസ്അലു നാസ ശൈഅൻ. നിങ്ങൾ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത്. ഇനി എന്താ ഇതിൽ ബാക്കിയുള്ളത്? ലാ തസ്അലു നാസ ശൈഅൻ. സിയമയുടെ ഒരു ജനങ്ങളിൽ പെട്ടതല്ലേ? മുഹമ്മദ് നബി ജനങ്ങളിൽ പെട്ട ആളല്ലേ? ലാ തസ്അലു നാസ ശൈഅൻ. നിങ്ങൾ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത്. സഹാബികൾ ആ ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഏറ്റവും പരിപൂർണാർത്ഥത്തിൽ ചില സഹാബികൾക്ക് മാത്രം രഹസ്യമായി പറഞ്ഞു കൊടുത്തിരുന്നതാണ്. ആ സഹാബിമാർ പിന്നീട് ഒട്ടകത്തിന്റെ മുകളിലിരിക്കുമ്പോൾ തന്റെ കയ്യിലുള്ള വടി താഴെ വീണാൽ അതൊന്ന് എടുത്തു തരാൻ വേറുള്ളവരോട് ചോദിക്കാറുണ്ടായിരുന്നില്ല. അതായത് അത്രമാത്രം പരിപൂർണമായും റബ്ബിൽ ധന്യത കണ്ടെത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിച്ചു കൊടുത്തത്. അവിടുന്ന് പറഞ്ഞു, മൻ ഇസ്തഗ്ന അഗ്നാഹുല്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിൽ ധന്യത കണ്ടെത്താൻ ശ്രമിച്ചാൽ അവൻ അള്ളാഹു ധന്യത കൊടുക്കുന്നതാണ്. എത്ര ഹദീസുകളുണ്ട്. ഏതെങ്കിലും ഒരു ഹദീസിൽ, ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ, ഏതെങ്കിലും ഒരു തേട്ടത്തിൽ, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ, നിസ്കരിക്കുന്നവരെ, നോമ്പെടുക്കുന്നവരെ, ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ, ഏതെങ്കിലും ഒരു ദുആയിൽ നൂഹ് നബിയോട്
മൂസാ നബിയോട്, ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഏതെങ്കിലും ഒരു സഹാബി ഏതെങ്കിലും ഒരു പ്രയാസഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ റസൂലുള്ളയുടെ ഖബറിനേക്കാൾ മഹത്തരമായ മറ്റേതു ഖബറുണ്ട്, ഏതെങ്കിലും ഒരു സഹാബിയോടെ വന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ഒരിക്കൽ അവിടെ ഖബറിന്റെ ഹുജറത്തിൽ ഒരു ചെറിയ ഓട്ട വീണു. ചെറിയ ഓട്ട. എന്റെ ഓർമ്മയിൽ ഹസൻ ഇബ്നു അലിയോ അതല്ലെങ്കിൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഇബ്നുൽ ഹനഫിയയോ ആണ്. അദ്ദേഹം മസ്ജിദുൻ നബവിയുടെ അരികിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ ഓട്ടന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യുന്നു. ഖബറിൽ കിടക്കുന്നവനോടാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല, അല്ലാഹുവോട് ദുആ ചെയ്യുന്നത്. ചെറിയ ഓട്ട അവിടെ ഉണ്ട്. അപ്പോഴാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തജ്അലൂ ഖബ്രി വസനൻ യുഅബദ്. എന്റെ ഖബർ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുത്. എന്തേ ഇപ്പോൾ ചെയ്തത്? നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും ഒരു കാര്യം ഇല്ല. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവന് അല്ലാഹുവിലല്ലാതെ അഭയമുണ്ടാകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, അള്ളാഹുവിനോടല്ലാതെ നിങ്ങൾ തേടരുത്, അള്ളാഹുവിനോടല്ലാതെ നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും റബ്ബിനോട് ചോദിച്ചോളൂ, എന്തു വേണമെങ്കിലും. ഒരാൾ ഇനിയിപ്പോ പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടാ പറയും, അപ്പൊ ഒന്നും വേണ്ട, നീ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച റബ്ബിനോട് മാത്രം എന്തും ചോദിച്ചോ, നിനക്ക് അള്ളാഹു എത്തിച്ചു തരും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഞാൻ എന്തിനാ പേടിക്കണത് പറയുന്നേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന മര്യാദയാണ്. സഹോദര, അള്ളാഹുവിന്റെ അടിമയാവുക, അള്ളാഹുവിന്റെ അബ്ദാവുക എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശങ്ങൾ. ഒന്നാമത്തെ കാര്യം നിന്റെ ജീവിതത്തിൽ ആലിഹത്തുകളാണ്. രണ്ടാമത്തെ അത്തവാഗീത്ത്. നിന്റെ ജീവിതത്തിൽ താഗൂത്തുകൾ ഉണ്ടാകാൻ പാടില്ല. താഗൂത്തുകൾ ഉണ്ടാകാൻ പാടില്ല. താഗൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, കുല്ലു മൻ ഉബിദ മിൻ ദൂനില്ലാഹി വഹുവ റാദിൻ അൻ. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാവരും അവർക്ക് അതിൽ തൃപ്തിയുണ്ട് എങ്കിൽ അവൻ ആരാധിക്കപ്പെടുന്നില്ല. ഒരുത്തന്റെ മുന്നിൽ വന്നിട്ട് അയാൾ സുജൂദ് ചെയ്യാൻ അവന് തൃപ്തിയുണ്ട് ഇല്ല? സാധാരണ ഒരുത്തന്റെ മുൻപിൽ വന്നൊരാൾ സുജൂദ് ചെയ്യാൻ അവനോട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അവൻ അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായ ഒരു കാര്യം കൽപ്പിച്ചാൽ, കള്ള് ഹറാമാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അവൻ പറയും കള്ള് കുടിച്ചോ ഒരു കുഴപ്പമില്ല, അതിൽ അവനെ ആളുകൾ അനുസരിക്കാൻ അവൻ പറയുന്നു, അവൻ അതിൽ അള്ളാഹുവിന് വിരുദ്ധമായി അനുസരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു, അതിൽ അവൻ തൃപ്തിപ്പെടുന്നു. ഇങ്ങനെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുകയും അതിൽ തൃപ്തിയടയുകയും ചെയ്യുന്ന ഏതൊരാളും താഗൂത്താണ്. ഒരാളെ പറ്റി ആൾക്കാർ പറഞ്ഞു വരുത്തേ, അവന് ഗൈബ് അറിയാം, അപ്പൊ അവനത് കേട്ടിട്ട് അങ്ങനെ ഇരിക്കാം, കുഴപ്പമില്ല എന്ന് പറയാൻ അവൻ താഗൂത്താണ്. അവൻ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരുവനാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ചില മനുഷ്യന്മാർ തുടക്കത്തിൽ ഇബ്ലീസിന്റെ വർത്താനം കേട്ട് കേട്ട് ഇബ്ലീസിനെ അനുസരിച്ച് കുറച്ചങ്ങ് മുന്നോട്ട് പോയാൽ ഇവന്റെ ഉപദ്രവം, അള്ളാഹുവിന്റെ ദീനിനെതിരെയുള്ള ഇവന്റെ ഉപദ്രവം കടുത്ത് അവസാനം ഇബ്ലീസ് അവന്റെ സൈന്യത്തിൽപ്പെട്ട ആളാവും. ഇബ്ലീസ് അവനെ സഹായിക്കാൻ ഇറങ്ങും, കടുത്ത ഉപദ്രവം ചെയ്തിട്ട്. താഗൂത്തുകൾ അതിൽപ്പെട്ടവരാണ്. ആദ്യം ഇബ്ലീസിലാണ് സഹായിച്ചത്, പിന്നെ ഇബ്ലീസ് അവന്റെ കൂട്ടാളിയിൽപ്പെട്ട ആളാവും. അത് ഈ പറഞ്ഞ ആൾക്കാർ അതിൽ ഉദാഹരണമാണ് താഗൂത്തുകൾ. ഉദാഹരണത്തിന് മാരണക്കാർ, ജ്യോത്സ്യന്മാർ, അവരൊക്കെ ഉദാഹരണം. അതുപോലെ നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ, ആൾ ദൈവം എന്ന വാക്കെന്ന് ഭയങ്കര വികൃതമായ ഒരു വാക്കുകളും, ആൾ ദൈവം എന്ന് ഒരുത്തൻ ദൈവമായിട്ടിരിക്കുക. അപ്പൊ ഇത്തരം ആൾ ദൈവങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊരു കാര്യമാകട്ടെ, അത് വിഗ്രഹമാകാം, ജീവനുള്ളതായി എന്ത് കാര്യം, താഗൂത്തുകളാണ്, അള്ളാഹുവിന്റെ ശത്രുക്കളിൽപ്പെട്ടവയാണവ. അങ്ങനെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവുമായും, അങ്ങനെ ഒരു വസ്തു നിന്റെ ജീവിതത്തിൽ അതിനെ തൃപ്തിപ്പെടുകയോ അതിനെ അംഗീകരിക്കുകയോ അതല്ലെങ്കിൽ അത് കാഫറല്ല എന്ന് പറയുകയോ ചെയ്യുന്ന അവസ്ഥ നിനക്കുണ്ടാകരുത്. ഇന്ന് ആളുകൾ പറഞ്ഞു കേൾക്കുന്ന വിചിത്രമായ വർത്തമാനങ്ങളിലൊന്നാണ്, ചില ആൾ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയും
ആൾക്കാർക്ക് വലിയ ഉപകാരമുണ്ട്, ആൾക്കാർക്ക് വലിയ സഹായമുണ്ട്, എത്രയോ ആൾക്കാരെ ആശുപത്രിയിൽ ചികിത്സിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ കുറെ കോടി ഒരാളിൽ നിന്ന് അന്യായമായി കട്ടെടുത്തിട്ട് അതിനൊരു 2 ലക്ഷം വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യമാണ്? കട്ടെടുത്ത അന്യായമായി എടുത്തതല്ലേ അത്. സഹായിക്കട്ടെ, സഹായിക്കാതിരിക്കുമ്പോൾ ദുനിയാവിൽ എല്ലാവരും സഹായിച്ചു നേരിക്കാം. വളരെ നിഷ്കളങ്കനായ നിഷ്കാമകർമ്മിയായ ഒരു ആൾ ദൈവമാണെന്ന് തന്നെ വിചാരിക്കുക. എന്നാലും അവൻ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അവനോട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ പുകഴ്ത്തുക എന്നതോ അവന്റെ പ്രവൃത്തിയിൽ തൃപ്തി അടയുക എന്നതോ അവന്റെ നന്മ പറയുക എന്നൊരു മുസ്ലിം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഇന്ന് സുബ്ഹാനല്ലാഹ് ആൾക്കാർ ദീന് ചിലത് പഠിക്കാതെയായി ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, 1-2 പരോപകാരം ചെയ്താൽ ഖലാസ് ആള് കുഴപ്പക്കാരനല്ല എന്ന അവസ്ഥയിലാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ അദ്ദേഹത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ധാരാളം സദഖ ചെയ്യാറുണ്ടായിരുന്നു. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് 70-ൽ പരം ഒട്ടകങ്ങൾ അല്ലെങ്കിൽ 700-ൽ പരം ഒട്ടകങ്ങൾക്ക് മുകളിൽ അദ്ദേഹം ഭക്ഷണം വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ സ്വർഗത്തിലല്ല. ഒരു ദിവസം പോലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഒരു വാക്ക് അവൻ പറഞ്ഞിട്ടില്ല. എത്ര പരോപകാരം ചെയ്തു. പരോപകാരത്തിൽ കാര്യമില്ല. പരോപകാരം ചെയ്യുന്നത് അള്ളാഹു അംഗീകരിച്ച അവന് തൃപ്തിപ്പെട്ട വഴിയിലായിരിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവന് പരോപകാരം ചെയ്യാനുള്ള വസ്തുക്കളെ കൊടുത്തത്, അവനെ തന്നെയും പഠിച്ചത്. അള്ളാഹുവിനോടുള്ള ഏറ്റവും കടുത്ത ധിക്കാരം ചെയ്തിട്ടാണ് അവൻ ഇത് ചെയ്യുന്നത്. താഗൂത്തുകൾ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ, അവയുമായി അവന് ബന്ധമുണ്ടാകാൻ പാടില്ല. മൂന്നാമത്തേത് അൽ അൻദാദ്. അൻദാദുകൾ എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ അത് വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, മാ ജദബക അൻ ദീനിൽ ഇസ്ലാമി മിൻ അഹ്ലിൻ ഔ മസ്കനിൻ ഔ മാലിൻ ഔ ഗൈരി ദാലിക്. നിന്നെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വലിക്കുന്ന, അതിൽ നിന്ന് നിന്നെ അകറ്റിക്കൊണ്ടുപോകുന്ന, അതിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പുറത്താക്കുന്ന സമ്പത്തിനോടുള്ള സ്നേഹമാകട്ടെ, വീട്ടുകാരോടും കുടുംബത്തോടുമുള്ള സ്നേഹമാകട്ടെ, അതല്ലെങ്കിൽ കച്ചവടത്തോടുള്ള സ്നേഹമാകട്ടെ, ഇങ്ങനെ എന്തെങ്കിലും ഒന്നിനോടുള്ള സ്നേഹം നിന്റെ ദീനിൽ നിന്ന്, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നിന്നെ പരിപൂർണമായി വലിച്ചു പുറത്തേക്ക് എത്തിക്കുന്നു എങ്കിൽ അത് കേവലം സ്നേഹത്തിനപ്പുറത്ത് നിന്റെ അള്ളാഹുവിന് പുറമെയുള്ള നിദ്ദായി മാറിയിരിക്കുന്നു. ഇത് ആളുകൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്നേഹം എപ്പോഴും റബ്ബിനോടുള്ള സ്നേഹമാണ് ഏറ്റവും മുകളിലുള്ളത്. അത് തിരിച്ചറിയാനുള്ള വഴി എന്താണ്? ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില ആളുകൾക്ക് അവസാന വാക്ക് അവന്റെ കച്ചവടമാണ്. കച്ചവടത്തിന് വിരുദ്ധമാകുന്ന, അതിനൊരു ഉപദ്രവം ചെയ്യുന്ന എന്തു കാര്യം വന്നാലും അവനെടുക്കില്ല. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും ഒരാൾ പറഞ്ഞിരുന്നു, അവന്റെ കടയിൽ മുസ്ലിമായ ഒരാളാണ്, അപ്പൊ അവന്റെ കടയിൽ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താ വിഗ്രഹങ്ങൾ? അത് ആ മതത്തിലുള്ള ആളുകൾ സാധനം വാങ്ങിക്കണമെങ്കിൽ ഇത് വെക്കണം. കച്ചവടത്തിന് ഉപകാരം ചെയ്യണം, കച്ചവടം നഷ്ടത്തിലാക്കുമെങ്കിൽ ദീനിന്റെ എന്തു കാര്യം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അവന്റെ ഇലാഹ് അവന്റെ കച്ചവടമാണ്. അതിന് വിരുദ്ധമാകുന്ന ഒന്നും ഒരു വിരലനക്കം പോലും ചെയ്യില്ല. ഞാൻ പറഞ്ഞ എപ്പോഴെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ദീന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ കുറിച്ചല്ല. ഒരാളെ അവസാന വാക്ക് അതാണ്, കച്ചവടമാണ്. അതിനപ്പുറത്തേക്ക് അയാൾക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല എങ്കിൽ അവന്റെ കച്ചവടം അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പുറമെയുള്ള നിദ്ദായിരിക്കുന്നു. വേറെ ചില ആളുകൾക്ക് ഇത് ചിലപ്പോൾ ഭാര്യയോ ഭർത്താവോ ആണ്. ഒരാളെ സംബന്ധിച്ച് അവന്റെ ഭാര്യ പറഞ്ഞാൽ എന്തു വലിയ കാര്യമാണെങ്കിലും അവനൊരിക്കലും ദീനിന് വിരുദ്ധാണെങ്കിൽ പോലും അവന് പ്രശ്നമല്ല. ഭാര്യ പറഞ്ഞോ, അവളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ കാമുകി, പലപ്പോഴും ആളുകളെ ശിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഈ പ്രണയം എന്നത്. പ്രണയം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അത് കടുത്ത ശിർക്കിലേക്ക് നയിച്ച പല അവസ്ഥകളും എണ്ണിയിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും പ്രണയത്തിന്റെ അവസ്ഥയിൽ ആളുകൾ പറയുന്ന വരികൾ തന്നെ വായിച്ചു നോക്കും, കവിതകളിലും മറ്റൊക്കെ. പലപ്പോഴും ആ വരികളുടെ അപ്പുറത്ത് അള്ളാഹുവിന്റെ പേരോ അതല്ലെങ്കിൽ റബ്ബിന്റെ പേരോ മറ്റോ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് യോജിച്ചതാകും. നീയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല, നീയാണ് എൻ്റെ എല്ലാം.
നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്, നിനക്ക് വേണ്ടി എല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രണയിനിയോ അവന്റെ കാമുകനായിരിക്കും. ഇന്ന് ആളുകൾ നോക്കൂ, ദീൻ വരെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. കല്യാണം കേൾക്കുന്ന വിഗ്രഹത്തിന് മുൻപിൽ പോകണോ? തയ്യാറാണ്. അമ്പലത്തിൽ പോകണോ? തയ്യാറാണ്. മതം മാറണോ? തയ്യാറാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇലാഹ് അവനെ സ്നേഹിക്കുന്ന വസ്തുവാണ്. കാരണം അവനെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പരിപൂർണമായി പുറത്തേക്ക് എത്തിക്കാൻ അതിനു മാത്രം കടുത്ത സ്നേഹം അതിനോട് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ചിലപ്പോൾ ചില ആളുകൾക്ക് സമ്പത്തിനോടായിരിക്കും, പലർക്കും പലതിനോടാണ് ഈ രൂപത്തിൽ സ്നേഹം ഉണ്ടാകുക. എന്താ ഈ പറഞ്ഞ തെളിവ്? അള്ളാഹുവിന് പുറമെ അന്താദുകൾ പാടില്ല എന്ന തെളിവ് ആരാ പറയാ? ഖുർആനിലായത്തല്ലേ, വലപ്പോ കേട്ടായത്തായിരിക്കും. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർ അള്ളാഹുവിന് പുറമെ അൻദാദുകളെ സ്വീകരിച്ചു. നമ്മളെന്താ പറഞ്ഞത് അല്ലേ കിതാബിൽ? അൻദാദ് എന്ന അള്ളാഹുവിന് പുറമെ അൻദാദുകളെ സ്വീകരിച്ചു. എന്താ അൻദാദുകളോട് അവർ ചെയ്യുന്നത്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഇവരെ സ്നേഹിക്കുന്നു. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ അവർക്ക് ഏറ്റവും കടുത്ത സ്നേഹമുള്ളത് അള്ളാഹുവിനോട്. ഇത് ശ്രദ്ധിക്കണം. ചില സ്ത്രീകൾക്ക് ഇത് ചിലപ്പോൾ സംഭവിക്കാറ്. ഭർത്താവ് ഹിദായത്തിലായാൽ അവള് ഹിദായത്തിലാണ്, ഭർത്താവ് ദീൻ ഉപേക്ഷിച്ചാലോ അവൾ അതേപോലെ തന്നെ ആവും, ഉപേക്ഷിക്കും. പക്ഷെ എന്നാൽ ചിലരുണ്ട്, സുബ്ഹാനല്ലാഹ്, ഒരിക്കൽ ഒരു സ്ത്രീ ഒരു ചങ്ങാതിയെ പ്രണയിച്ച് മുസ്ലിമായി. അപ്പൊ പ്രണയിച്ചിട്ടാണ് ഒരു വിവാഹം കഴിച്ചത്. പിന്നെ ഒരു മുസ്ലിമായി, എന്തോ കാരണം മുസ്ലിമായി. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുസ്ലിങ്ങളായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ അവർക്ക് ദീനിനെ കുറിച്ച് പഠിക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ. കല്യാണം കഴിച്ച ഭർത്താവ് അയാൾക്ക് ഇതൊന്നും വലിയ കാര്യമില്ലായിരുന്നു, അയാൾ എന്തായാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷെ ഈ സ്ത്രീ വന്നതിന് ശേഷമാണ് അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത്. അവർ പഠിക്കാൻ തുടങ്ങി, ഖുർആൻ പഠിച്ചു, നിസ്കാരം പഠിച്ചു ഒക്കെ തുടങ്ങി. അങ്ങനെ അവരെ പരിചയപ്പെട്ട കുടുംബങ്ങളിൽ ഒരു കുടുംബത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇയാൾക്ക് ഡിവോഴ്സ് വാങ്ങിച്ചാൽ. ഇയാൾ നിസ്കരിക്കുന്നില്ല. സ്ത്രീ അവള് മുസ്ലിങ്ങൾക്കിടയിലേക്ക് വന്നത് ഇയാൾ പ്രണയിച്ചിട്ടാണ്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചപ്പോ അവൾക്ക് ഏറ്റവും പ്രിയങ്കരമായത് റബ്ബായി തീർന്നു. എല്ലാ കുടുംബത്തിനും ഉപേക്ഷിച്ച് അവൾ വന്നത് ഇയാൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അയാളെ ഉപേക്ഷിക്കാൻ അവൾക്ക് യാതൊരു പ്രയാസം ഉണ്ടായില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം ഏറ്റവും ശക്തമാവുക. സഹാബികളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അനേകം ചരിത്രങ്ങൾ കാണാം. മുസ്അബ് ഇബ്നു ഉമൈറിന്റെ ചരിത്രം, ധാരാളം ആളുകളുടെ ചരിത്രം നിങ്ങൾക്ക് ഈ പറഞ്ഞതിന് തെളിവായി കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പേരിൽ തങ്ങൾക്ക് ഏറ്റവും സ്നേഹമുണ്ടായിരുന്നത് ഉപേക്ഷിക്കാൻ അവർ, ഇത് പരീക്ഷണങ്ങൾ, ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളിലൊന്നാണ് സ്നേഹം എന്നുള്ളത്. മക്കൾ അതിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ് മക്കൾ. പക്ഷേ നിന്റെ ദീനിന്റെ കാര്യത്തിൽ നിന്ന് നിന്റെ മക്കൾ നിന്നെ പിറകോട്ട് വലിക്കുന്നുണ്ട് എങ്കിൽ അവരോടുള്ള സ്നേഹം നിനക്കൊരു പരീക്ഷണമായി മാറുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു പരീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം എന്ന സന്താനം മരിച്ചപ്പോൾ അവിടുന്ന് കരഞ്ഞത് ഹദീസ് കേട്ടിട്ടുണ്ടായിരിക്കും. മക്കൾ പരീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഒരിക്കൽ ഹസനും ഹുസൈനും അവിടുന്ന് മിമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ മറ്റോ അവർ നടന്നു വരുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിച്ചെന്ന് അവരെ മാറോട് ചേർത്തണച്ചുകൊണ്ട് അവരെ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ ഒരു ആയത്ത് പാരായണം ചെയ്യാണ് ചെയ്തത്. ഇന്ന ഫീ അംവാലിക്കും വഔലാദിക്കും ഫിത്ന. നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിലും സന്താനങ്ങളിലും പരീക്ഷണമുണ്ട്. ഇവരോടുള്ള സ്നേഹം ചിലപ്പോൾ കടുപ്പം കൂടിയാൽ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് അപ്പുറത്തെത്തിയാൽ എപ്പോഴും ചിന്തിക്കുന്നത് അള്ളാഹുവാണ് തന്നത്, ഇവർ സ്വയം ഉണ്ടായതല്ല, ഇവർ തന്നത് റബ്ബാണ്. അവൻ ഉദ്ദേശിച്ചാൽ തിരിച്ചെടുക്കാവുന്ന കാര്യമാണത്. അള്ളാഹുവിനോടുള്ള സ്നേഹം. ഇപ്പൊ ഒരാളോട് ചോദിക്കാൻ, റബ്ബിനു വേണ്ടി
ജീവൻ ത്യജിക്കേണ്ട ഹദീസിൽ വന്നതുപോലെ മനുഷ്യൻ ഒരു മുഅ്മിനായ ഒരാൾ എപ്പോഴും ഒരു ഷഹാദത്തിന് അതിനൊരു അവസരമുണ്ടാകുമ്പോൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കണം. മരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നവനായിരിക്കണം. അങ്ങനെ ആഗ്രഹിക്കാത്തവൻ, ആത്മാർത്ഥമായി ആഗ്രഹിക്കാത്തവൻ മരിക്കുന്നത് നിഫാഖിന്റെ ഒരു ശാഖയുമായി കൊണ്ടാണെന്ന് ഹദീസിൽ കാണാം. പക്ഷേ ആ ആഗ്രഹത്തിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്ന സമയങ്ങളിലൊന്നാണ് മക്കളുണ്ടാവുന്നത്. അതുവരെ ചിലപ്പോ, അതുകൊണ്ട് മക്കളെ കുറിച്ച് ചില ഹദീസുകൾ വന്നത് മജ്ബനത്തുൻ, അവർ മക്കൾ മനുഷ്യരെ ഭീരുക്കളാക്കുന്നവരാണ്. അവരുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവരെ കാര്യം തരും. സ്നേഹം, ഏതൊരാളോടുമുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ കവച്ചു വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം അൽ അർബാബ്. അൽ അർബാബ് എന്ന് പറഞ്ഞാൽ കുല്ലു മൻ അഫ്താക ബിമുഖാലഫത്തിൽ ഹഖ് ഫഅതഅതഹു മുസദ്ദിഖ. നീ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കി, അല്ലെങ്കിൽ അല്ലാഹു ഹറാമാക്കിയ കാര്യം ഹലാലാക്കി, ആ കാര്യത്തിൽ നീ അവനെ അനുസരിക്കുകയും അവൻ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ നിന്റെ റബ്ബായിരിക്കുന്നു. ഇവരെ മനസ്സിലായി ശരിക്കും നിങ്ങൾക്ക്? അള്ളാഹു മദ്യം ഹറാമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ഉദാഹരണം ഈ കാലഘട്ടത്തിൽ പറയാവുന്നത് സ്വവർഗരതിയാണ്, അല്ലെങ്കിൽ വ്യഭിചാരമാണ്. അള്ളാഹു അത് ഹറാമാക്കിയിട്ട് ഒരു സംശയ കാര്യത്തിലല്ല. അപ്പൊ നീ പറയാൻ ഈ കാലഘട്ടത്തിൽ ഇന്ന ആളുകൾ ഇന്നതൊക്കെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് ഹലാലാണ്. അള്ളാഹു പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ശരിയല്ല, ഇയാൾ പറയുന്ന ശരി. സമയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞതിന് വിരുദ്ധമായി നീ ഒരാൾ വെറുതെ അനുസരിക്കല്ല. ഒരാൾ മദ്യപിക്കാൻ പറഞ്ഞു, നീ മദ്യം കഴിച്ചു, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പക്ഷേ നിനക്കറിയാം ഇത് ഹറാമാണ്, പാടില്ലാത്തതാണ്, ഇതൊക്കെ നിനക്കറിയാം. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണ് എന്ന് നീ വിശ്വസിക്കാൻ ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ നീ അത് ഹലാലായി ഉപയോഗിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നീ അത് ഹലാലാക്കി. ഇന്ന് ചില ആൾക്കാർ പലിശ ഹലാലാക്കുന്നത് പോലെ ആൾക്കാർ പറയും അതൊക്കെ ആ കാലത്ത് പറ്റും, ഇന്നത്തെ കാലത്ത് പലിശയൊക്കെ ഹറാം എന്ന് പറഞ്ഞാൽ വല്ലതും നടക്കോ? പലിശ ഒരാൾ ഹലാലായി കാണും, അത് അനുവദനീയാണ്, അതിൽ യാതൊരു തെറ്റില്ല, അതൊക്കെ ആവശ്യമാണ്, ഇതൊക്കെ എന്തിനാ തടഞ്ഞു വെക്കുന്നത്? ഒരു മനുഷ്യന് പ്രയാസം ഉണ്ടെങ്കിൽ പലിശക്കെങ്കിലും കടെടുക്കാലോ എന്ന് ഹലാലാക്കണേ. അത് തെറ്റാണെന്ന് അയാൾ പറയുന്നില്ല, ഹലാലാക്കുകയാണ്. അതിലയാൾ അള്ളാഹുവിന് വിരുദ്ധമായി മറ്റൊരാളെ അനുസരിച്ചാൽ അവൻ ഈ പറഞ്ഞവനെ റബ്ബാക്കിയിരിക്കുന്നു. എന്താ തെളിവ്? ആര് പറയും തെളിവ്? അല്ല, ആയത്ത് തെളിവ്. أحسنت اتخذوا أحبارهم ورهبانهم أربابا من دون الله. യഹൂദ നസാറാക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്താണ്. അവരുടെ പുരോഹിതന്മാരെയും അവരിലെ സന്യാസിമാരെയും അവരുടെ റബ്ബുകളാക്കി. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ നോക്കിയാൽ മതി. ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ എത്രയോ കഥകൾ. ലൂത്ത് നബിയുടെ കഥയുണ്ട്. എന്താ ലൂത്ത് നബിയുടെ കഥ മുഴുവൻ, ചരിത്രം മുഴുവൻ എന്താ? സ്വവർഗരതി ചെയ്തു എന്നുള്ളതാണ്. അത് അള്ളാഹു ശിക്ഷ ഇറക്കിയ കടുത്ത തിന്മയാണ് എന്ന് അവരുടെ പുസ്തകത്തിൽ വരെ ഉണ്ട്. പക്ഷെ ഇന്ന് സ്വവർഗരതിക്ക് വിവാഹത്തിന് നടത്തി കൊടുക്കുന്ന ആരാണ്? പള്ളിയിലച്ച തന്നെ. ചില സഭകളിൽ അത് ഹലാലാക്കി കഴിഞ്ഞു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാണെന്നതോടുകൂടി ക്രിസ്ത്യൻ സമൂഹം അത് ഹലാലായി. പുരോഹിതൻ പറഞ്ഞതോടുകൂടി, സഭ തീരുമാനിച്ചതോടുകൂടി ഹറാം ഹലാലായി. ഇങ്ങനെ അള്ളാഹുവിന്റെ വിധിക്ക് വിരുദ്ധമായി ഒരാളെ എല്ലാ നിലക്കും അംഗീകരിക്കുക. അവൻ പറഞ്ഞതാണ് ശരി, അള്ളാഹ് പറഞ്ഞതിന് വിരുദ്ധമാണ് എങ്കിൽ പോലും അവൻ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരാളെത്തിയാൽ അത് അവനെ റബ്ബായി സ്വീകരിക്കലാണ്. അപ്പൊ അത് ഒരാളോട് പാടില്ല. അത് ഈ കാലഘട്ടത്തിൽ പല കോലത്തിലും വരാറുണ്ട്. ചിലപ്പോൾ വ്യക്തികളായിരിക്കും. സയന്റിസ്റ്റുകൾ പറഞ്ഞാൽ
ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞിട്ട് സയന്റിസ്റ്റുകൾ പറഞ്ഞു, സയന്റിസ്റ്റ് പറഞ്ഞാൽ ഖുർആനിൽ വ്യക്തമായി വന്നതാണെങ്കിലും സയന്റിസ്റ്റുകളാണ് അവന്റെ ദീന്. അതല്ലെങ്കിൽ ഇന്ന് കാലഘട്ടങ്ങളിൽ ഇറങ്ങുന്ന പലതരത്തിലുള്ള ഇസങ്ങൾ, ഒരു കാലത്തിന്റെ ഇത് കമ്മ്യൂണിസം, ഇസ്ലാമിക് കമ്മ്യൂണിസം ആക്കി കൊണ്ടുവരാനുള്ള ശ്രമം. കമ്മ്യൂണിസം, അത് സോഷ്യലിസം കമ്മ്യൂണിസം ഒക്കെ പണ്ടേ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് ഇസ്ലാമിലെ കമ്മ്യൂണിസം സോഷ്യലിസം? ഈ കണ്ട മനുഷ്യന്മാരൊക്കെ കൊന്നൊടുക്കി ആൾക്കാരെ പൈസ കംപ്ലീറ്റ് അവരുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റുന്ന കമ്മ്യൂണിസവും സോഷ്യലിസവും എവിടെ പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് വാക്ക് പറയാൻ തന്നെ പ്രയാസമാണ്. ആദ്യത്തെ സഖാവ്, ഞാൻ ആ വാക്ക് പറയാൻ തന്നെ തയ്യാറല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ദീന് ഘടകവിരുദ്ധമാണ്, ബുദ്ധിക്ക് യോജിക്കാത്ത, പ്രായോഗികമല്ലാത്ത, മനുഷ്യരുടെ രക്തം ചിന്താൻ മാത്രം കാരണമായി തീർന്ന ക്രൂരത നിറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ അതൊരു കാലഘട്ടത്തിൽ ആളുകളുടെ ബുദ്ധിയെ വിസ്മയിപ്പിച്ചിരുന്നു. ആള് പറഞ്ഞു എല്ലാവർക്കും തുല്യ അളവിൽ പൈസ, എല്ലാവർക്കും 100 രൂപ കയ്യിലുണ്ടെങ്കിൽ, എല്ലാവർക്കും ഒരേ അളവിൽ റേഷൻ, എല്ലാം സ്റ്റേറ്റാണ് കൈകാര്യം ചെയ്യുക. അല്ലേ സമത്വ സുന്ദരമായ ലോകം. എന്താ അവസാനം സമത്വ സുന്ദരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ട് കോടിക്കണക്കിന് മനുഷ്യന്മാർ ചരിത്രത്തിലില്ലാത്ത കൊലപാതകം ഉണ്ടായി, പട്ടിണി ഉണ്ടായി. സോഷ്യലിസം, അതേപോലെ ഈ സെക്യുലറിസം, ലിബറലിസം, ഇതുപോലുള്ള ഇസങ്ങൾ, ഇസ്ലാമിന് പുറത്തുള്ള എല്ലാ ഇസവും ഇസ്ലാമല്ല. അത് ഇസ്ലാം ആയിരുന്നു എങ്കിൽ അത് ഇസ്ലാമിൽ ഉണ്ടാകേണ്ടതായിരുന്നു. സൂഫിസത്തെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. സൂഫിസം ഇസ്ലാം ആയിരുന്നെങ്കിൽ ഇസ്ലാം മതി. എന്നാൽ ഇസ്ലാമിലില്ലാത്ത മറ്റു വല്ല പുതിയ കാര്യവും സൂഫിസം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് വേണ്ടതാണ്, നമുക്ക് ഇസ്ലാം മതി. നിങ്ങൾ പുതിയത് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് നമുക്കത് ആവശ്യമില്ല. നമുക്ക് ഇസ്ലാമിലുള്ള എല്ലാ ആവശ്യത്തിനുള്ളതൊക്കെ ദീനിലുണ്ട്. ഹദീസിൽ സഹാബികളുടെ വാക്കുകൾ ഫഖത്ത് കുഫീറ്റും, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട്, പുറത്ത് എവിടേക്കും പോകേണ്ട കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടില്ല. ഈ കാലഘട്ടത്തിൽ ഈ ലിബറലിസം, അതുപോലെ തന്നെ ഈ പുരോഗമന ചിന്താഗതിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, ഇവ മനുഷ്യരെ ഇത്തരം ഹലാലുകളെ ഹറാമാക്കുന്നതിലേക്ക് എത്തിക്കാറുണ്ട്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരാളെ ഇസ്ലാമിന്റെ വലയത്തിൽ നിന്ന് പുറത്തെത്തിക്കുന്ന കാര്യമാണ്. ഇവിടെ മദീനത്തെ സമയമല്ല അല്ലേ? ഇതില് 30 മിനിറ്റ് ഉണ്ടായിരുന്നു. ശരി, അടുത്തും കൂടി പറഞ്ഞു നിർത്തുക. ഇല്ലല്ലാഹ് എന്ന വാക്ക് ഞാൻ പറഞ്ഞില്ലേ, ചിലത് ഇല്ലാന്ന് പറയണം. ഇല്ലാന്ന് ഏതൊക്കെ പറയുന്നുണ്ട്? ആലിഹത്ത്, എന്താത്, അർബാത്ത്, ഇതൊന്നും ഇല്ലാന്ന് പറയാം. നീ ഉണ്ട് എന്ന് പറയേണ്ട കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറയുന്നതോടുകൂടി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 കാര്യങ്ങളാണ്. ഒന്ന് അൽ ഖസ്ദു ഔൽ ഇഖ്ലാസ്. ഒന്നാമത്തെ കാര്യം ഇഖ്ലാസ് ഉണ്ടാവണം. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഇതിനാ പറഞ്ഞ് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്, പരലോകത്ത് രക്ഷപ്പെടാനാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം അത്തഅദീമു വൽ മഹബ്ബ. അള്ളാഹുവിനോടും അവന്റെ ദീനിനോടും അതുമായി ബന്ധപ്പെട്ടതിനോടും നിനക്ക് ആദരവുണ്ടായിരിക്കണം, തഅദീം ഉണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ദീനുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യം നിനക്ക് ബഹുമാനം ഉണ്ടായിരിക്കണം. അള്ളാഹുവിനോട് ബഹുമാനം ഉണ്ടാവണം. അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യോജ്യമല്ലാത്ത സ്ഥലത്ത് അള്ളാഹ് എന്ന വാക്കുച്ചരിക്കരുത്. ബാത്റൂമിൽ പോയിട്ടോ, അല്ലെങ്കിൽ മോശമായ സ്ഥലത്തോ, അല്ലെങ്കിൽ തമാശ പറയുന്നൊരു വാചകത്തിലോ, അതല്ലെങ്കിൽ അർഹതയില്ലാത്ത ഒരു മോശക്കാരനായ ഒരാളെ കുറിച്ച് പറയുന്നൊരു സെന്റൻസിലോ, ഒരു യോജിക്കാത്ത സ്ഥലത്ത് അള്ളാഹുവിന്റെ പേര് ഉപയോഗിക്കരുത്. ബഗവി റഹിമഹുല്ലാഹ് അദ്ദേഹം ചില കിതാബുകൾ എഴുതിയ ആളുകളെ കുറിച്ച് പറഞ്ഞേക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അവൻ കൊടുക്കുന്നത് ആരുടെ വാക്കുകൾക്കിടയില? അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ചേർത്ത് പറയാൻ ഒരു യോഗ്യതയുമില്ലാത്ത ആളുകളുടെ പേര് പറഞ്ഞ് അവരെ വാക്ക് കൊടുത്തതിനു ശേഷം റസൂലുള്ളാഹിന്റെ വാക്ക് കൊടുക്കും. ബഗവി പറയാണ്, അവന്റെ വാക്കിന് ശേഷമല്ല, ആ പേജിലല്ല, ആ പുസ്തകത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയാൻ യോജിക്കുകയില്ല. അത്രയും മോശക്കാരനായിരിക്കും. ഇത് പറയുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ അങ്ങേറ്റത്തെ ആദരവിലായിരിക്കണം അത് പറയേണ്ടത്. അതൊരു ഒരു തമാശക്കിടയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിലോ അത് പ്രയോഗിക്കരുത്. അതേപോലെ തന്നെ ഖുർആൻ, അതിനോട് ബഹുമാനം ഉണ്ടാകണം. മസ്ജിദ്, അതിനോട് ബഹുമാനം ഉണ്ടാകണം. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങൾ എന്തിനു നോക്കൂ നിങ്ങൾ?
അല്ലെ? ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോഴല്ലേ ഇത് പറഞ്ഞത്? ബലി അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒട്ടകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമൻ യുഅദ്ദിം ശഅഇറ അല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും ആ ഒട്ടകങ്ങളെ ആദരിച്ചാൽ അത് അവന്റെ തഖ്വയുടെ അടയാളമാണ്, കാരണം ദീനിന്റെ ഭാഗമാണെന്നുള്ളത് കൊണ്ട്. ഇത് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. മൂന്നാമത്തെ കാര്യം അൽ ഖൗഫ് വറജാ. നോക്കാം ഇൻഷാ അല്ലാഹ്, സമയം ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കാൻ ആളുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റില്ല പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നൊരു നോക്കാം ഇൻഷാ അല്ലാഹ്. നോക്കാം ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്. ഹാദാ വല്ലാഹു തആല അഅലം ബിസ്സവാബ്. സ്വല്ലല്ലാഹു വസല്ലം ബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.